ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ അലീന ആൻസി. അപ്പോൾ ഇന്ന് ഒരു പുതിയ സ്റ്റോറിയാണ്. ഈ സ്റ്റോറിയിൽ രണ്ട് മെയിൻ ക്യാരക്ടേഴ്സാണുള്ളത്. അപ്പം അവരുടെ ഇതിലൂടെയാണ് കഥ പോകുന്നത്. നമ്മുടെ ഔട്ട് ഹൗസ് വെറുതെ കിടക്കുകയല്ലേ, അത് നമുക്ക് വാടകയ്ക്ക് കൊടുത്താലോ? രാത്രി ഭക്ഷണം കഴിക്കുന്ന വേളയിൽ അമ്മ എന്നോട് തിരക്കി. നമുക്ക് ആ വാടക കിട്ടിയിട്ട് വേണ്ട ജീവിക്കാൻ, പിന്നെ എന്തിനാ അത് വാടകയ്ക്ക് കൊടുക്കുന്നത്? ഞാൻ കടുപ്പിച്ച് ചോദിച്ചു. മോനെ, അതല്ലടാ, അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഈ വീടും ഔട്ട് ഹൗസും വൃത്തിയാക്കാൻ മേലാത്തോണ്ടാടാ. അച്ഛൻ ഇടപെട്ടു. എന്നാൽ ഒരു ജോലിക്കാരിയെ വെക്കാം. ജോലിക്കാരെ വെച്ചാലും അവരത് നേരെ നോക്കിക്കോളണമെന്നില്ല. വാടകയ്ക്ക് കൊടുത്താൽ വരുന്നവരടുക്കും ചിട്ടയോടെ നോക്കി സ്വന്തം വീട് പോലെ നോക്കിക്കോളും. നിങ്ങൾ എന്താന്ന് വെച്ചാൽ കാണിക്കേ. അത്രയും പറഞ്ഞ് കഴിപ്പ് മതിയാക്കി. എൽവിനെ, കഴിച്ചിട്ട് പോടാ. പിറകിൽ നിന്നും പപ്പയും മമ്മിയും വിളിച്ചുകൊണ്ടിരുന്നു. ഞാൻ മൈൻഡ് ചെയ്യാതെ റൂമിലേക്ക് പോയി. കബേർഡിൽ മമ്മിയെ കാണാതെ ഒളിപ്പിച്ചു വെച്ച സിഗരറ്റ് എടുത്ത് ബാൽക്കണിയിൽ ചെന്ന് ഔട്ട് ഹൗസ് നോക്കി കത്തിച്ച് വലിക്കാൻ തുടങ്ങി. എൻ്റെ പേര് എൽവിൻ ഐസക്. പാലക്കൽ തറവാട്ടിലെ ഐസക്കിൻ്റെയും സാറയുടെയും ഏകസന്തതി. കല്യാണം കഴിഞ്ഞ് ഏറെ വർഷങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ചികിത്സയ്ക്കും ഒടുവിൽ പിറന്ന പുത്രൻ. അതുകൊണ്ട് തന്നെ ലാളിച്ചാണ് പപ്പയും മമ്മിയും എന്നെ വളർത്തിയത്. അതിൻ്റേതായ സ്വഭാവ ഗുണങ്ങളും എനിക്കുണ്ട്. നാട്ടുകാർ തെണ്ടികൾ അതിനെ കാശിൻ്റെ കഴപ്പാണെന്നും പറയും. കാശുള്ളവർ കഴപ്പ് കാണിക്കും, ഇല്ലാത്തവർ ഇതുപോലെ വായത്താളം വിട്ടുകൊണ്ടിരിക്കും. ഞാനതൊന്നും ശ്രദ്ധിക്കാൻ പോവാറില്ല. ഇപ്പോൾ ഈ ഔട്ട് ഹൗസ് വാടകയ്ക്ക് കൊടുക്കുന്നത് എനിക്കൊട്ടും ഇഷ്ടമല്ല. പ്രധാന കാരണം, മമ്മിയും പപ്പയും വീട്ടിലില്ലാത്ത സമയത്ത് കൂട്ടുകാരുമൊത്ത് വെള്ളമടി സെറ്റപ്പ് അവിടെയാണ് നടത്താറുള്ളത്. അതിനാണിപ്പോൾ മുടക്കം വരാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും പണിക്കൊന്നും പോവാതെ വീട്ടിൽ ചൊറിയും കുത്തി ഇരിക്കുകയാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. ഞാനിപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ ആണ്. +2 കഴിഞ്ഞ് നാട് ചുറ്റി കാണണം എന്നൊരു മോഹം ഉദിച്ചപ്പോൾ 18 വയസ്സ് തികഞ്ഞപ്പോൾ തന്നെ ലൈസൻസും എടുത്ത് പപ്പയോട് അടിയുണ്ടാക്കി പുള്ളിയുടെ വിൻറ്റേജ് ബുള്ളറ്റും എടുത്ത് ഓൾ ഇന്ത്യ ലെവലിൽ ഒരു സോളോ ട്രിപ്പ് അങ്ങ് കാച്ചി. അങ്ങനെ 2 വർഷം പോയി കിട്ടി. തിരിച്ചെത്തിയപ്പോൾ എടുപിടിയെന്ന് പറഞ്ഞ് കോളേജിൽ ചേർത്തു. ഇപ്പോൾ ഫൈനൽ ഇയർ. എൽവിനെ, എടാ എഴുന്നേക്കടാ, കോളേജിൽ പോണ്ടേ നിനക്ക്? ഇപ്പോൾ എഴുന്നേക്കാം മമ്മി, ഒരു 10 മിനിറ്റ് കൂടി. പുതപ്പ് തലവഴി മൂടി ഞാൻ പറഞ്ഞു. ഇത് നിൻ്റെ രണ്ടാമത്തെ 10 മിനിറ്റാണ്. മതി ഉറങ്ങിയത്, എഴുന്നേറ്റ അങ്ങോട്ട്. മമ്മി എന്നെ കുത്തിപ്പൊക്കി കുളിക്കാൻ വിട്ടു. തിരിച്ചിറങ്ങി ഡ്രസ്സ് മാറ്റി ബാഗും ബൈക്കിൻ്റെ ചാവിയും എടുത്ത് ഹാളിലേക്ക് ചെന്നു. നീ കഴിക്കുന്നില്ലേ? ഇല്ല മമ്മി, ലേറ്റാവും. നിൽക്കടാ അവിടെ, ഞാൻ പിന്നെ ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത്? കോളേജിൽ പോകാൻ ഇറങ്ങി എന്നെ മമ്മി ബലമായി പിടിച്ചിരുത്തി കാപ്പി വിളമ്പി. ലേറ്റാവും മമ്മി. ഒരു കുത്തു വെച്ച് തരും ചെക്ക. നേരത്തും കാലത്തും എഴുന്നേക്കത്തും ഇല്ല, എന്നിട്ട് ലേറ്റായെന്ന് പോലും. ഇനി രക്ഷയില്ല. കഴിക്കാതെ എഴുന്നേറ്റ മമ്മി എന്നെ ഇന്ന് കുരിശി കയറ്റും. ഇച്ചായ, ആ ബ്രോക്കറോട് പറഞ്ഞ് ഔട്ട് ഹൗസിലേക്ക് പുതിയ താമസക്കാരെ വല്ലതും നോക്ക്. പപ്പയോട് അങ്ങനെ പറഞ്ഞ് മമ്മി എന്നെ ഇടം കണ്ണിട്ട് നോക്കി. എന്തിനാ എന്നെ നോക്കുന്നേ? നീ എതിര് വല്ലതും പറയുമോ എന്ന് നോക്കിയതാ. നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോളാൻ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞതല്ലേ. കഴിപ്പ് മതിയാക്കി ഞാൻ പോയി കൈ കഴുകി. മുഴുവനും കഴിച്ചിട്ട് പോടാ. ഇനിയും നിന്നാൽ ശരിയാവില്ല മമ്മി. മമ്മിക്ക് കവിളിലൊരു ഉമ്മയും കൊടുത്ത് വണ്ടിക്കരികിലേക്ക് ഓടി. ഡ്യൂക്ക് 390 സ്റ്റാർട്ട് ചെയ്ത് കോളേജിലേക്ക് പറന്നു. അപ്പോൾ നിങ്ങൾ കരുതും ബുള്ളറ്റ് എവിടെയെന്ന്. ഓൾ ഇന്ത്യ ട്രിപ്പ് അടിച്ചതിൽ പിന്നെ അവൻ എനിക്കൊരു ലെജൻഡാണ്. അതുകൊണ്ട് ലോക്കൽ ഓട്ടങ്ങൾക്കൊന്നും അവനെ ഞാൻ എടുക്കാറില്ല. കോളേജിലേക്ക് പായുന്ന സമയത്താണ് ഡ്യൂക്കിന് പഞ്ചർ കിട്ടുന്നത്. 3G. അടുത്തെങ്ങും പഞ്ചർ വർക്ക്ഷോപ്പും ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ ഇത്ര രാവിലെ തുറക്കത്തുമില്ല. വേറെ വഴിയില്ല, ബസ് തന്നെ ശരണം. അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നും കോളേജ് റൂട്ടിൽ പോകുന്ന ആദ്യ ബസ്സിൽ കയറിപ്പറ്റി. സീറ്റെല്ലാം ഫുള്ളായിരുന്നു. പോകെ പോകെ ബസ്സിന് നടുവിലായി ഞാൻ എത്തപ്പെട്ടു. സത്യം പറഞ്ഞാൽ തൊട്ടു മുന്നിലൊരു പെണ്ണാണ്. പിന്നിൽ നിന്നുള്ള തള്ളു കാരണം ഞാൻ അവളുമായി കൂടുതൽ ചേർന്നാണ് നിൽക്കുന്നത്. വിടർത്തിയിട്ട ഈറൻ കാർക്കൂന്തൽ, 2 സൈഡിൽ നിന്നും ഓരോ ഇഴമുടി പിന്നിലേക്ക് കെട്ടിവെച്ചിട്ടുണ്ട്.
മുടിയിൽ നിന്നും വമിക്കുന്ന കാച്ചിയ എണ്ണയുടെ നറുമണം മൂക്കിലേക്ക് തുളച്ചു കയറി. കാതിൽ മിന്നുന്ന ചെറിയ സ്വർണത്തിൻ്റെ ജിമിക്ക എൻ്റെ കണ്ണിൽ പുതിയ പ്രകാശം നൽകി. പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരു ഉന്തൽ കിട്ടി. ഞാൻ ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ ചെന്നിടിച്ചു. അവൾ പെട്ടെന്ന് എന്നെ തിരിഞ്ഞു നോക്കി. അഞ്ജനം വലിച്ചെഴുതിയ ആ പേടമാൻ മിഴികൾ എന്നെ കുത്തി വലിച്ചു. ചായം പുരട്ടാത്ത ചെഞ്ചുണ്ടിൽ ദേഷ്യമാണോ അതോ? അതെ, ദേഷ്യം തന്നെയാണ്. കവളും മൂക്കും ചുവന്നിരിക്കുന്നു. ബസ്സിലെ തിരക്ക് കാരണമാണെന്ന് തോന്നുന്നു. മേൽചുണ്ടിലും മൂക്കിൻ തുമ്പത്തും വിയർപ്പിൻ കണികകൾ കാണാം. ഞാൻ അവളിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെട്ടു. എന്നെ ദഹിപ്പിക്കുന്ന നോട്ടം നോക്കിയതിന് ശേഷം വീണ്ടും മുന്നേക്ക് നോക്കി നിന്നു. വീണ്ടും ബസ് മുന്നേക്ക് നീങ്ങി. സ്കൂൾ സമയം ആയതുകൊണ്ട് തിരക്ക് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. പ്രതീക്ഷിക്കാതെ ഡ്രൈവർ ബ്രേക്ക് ചവിട്ടിയതും ഞാൻ മുന്നിലേക്ക് ആഞ്ഞു. സീറ്റിൻ്റെ കമ്പിയിൽ പിടിച്ചിരുന്ന കൈ പെട്ടെന്ന് വിട്ടുപോയി. വീഴാതെ ഇരിക്കാൻ പിടികിട്ടിയത് എൻ്റെ മുന്നിലെ പെണ്ണിൻ്റെ സാരിക്കിടയിലൂടെയുള്ള വയറിലായിരുന്നു. ഇപ്പം എന്താ നടന്നത് എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ കണ്ണിൽ നിന്നും പൊന്നീച്ച പാറി. ബസ്സിലുണ്ടായിരുന്ന എല്ലാവരുടെയും ശ്രദ്ധ എന്നിലേക്കായി. ഞാൻ കരണത്ത് കൈവച്ച് നിന്നുപോയി. എന്താ മോളെ പ്രശ്നം? സൈഡിലിരുന്ന ഒരു മാമി ചോദിച്ചു. കയറിയപ്പോൾ തൊട്ട് തുടങ്ങിയതാ പിന്നിൽ നിന്നും മുന്താനും തള്ളാനും. വേണ്ട വേണ്ട എന്ന് വെച്ചപ്പോൾ ഇവൻ എന്നെ കയറി പിടിച്ചു, വൃത്തികെട്ടവൻ. ദേഷ്യത്തിൽ അവൾ ഉറഞ്ഞു തുള്ളി. ഇങ്ങനെ കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്, അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തവന്മാർ. ദേ ചേട്ടാ, കാര്യം അറിയാതെ സംസാരിക്കരുത്. ഞാനും വിട്ടുകൊടുത്തില്ല. ഇതിൽ കൂടുതൽ എന്തറിയാനാ? അത്രയ്ക്ക് സൂക്കേടാണെങ്കിൽ വല്ല മുള്ളുമുറിക്കിലും കയറടാ. വണ്ടി സ്റ്റേഷനിലേക്ക് പോട്ടെ, ബാക്കിയൊക്കെ അവിടെ, കണ്ടക്ടർ വിളിച്ചു പറഞ്ഞു. അയ്യോ, കേസൊന്നും വേണ്ട ചേട്ടാ, എനിക്കിതിൻ്റെ പിന്നാലെ തൂങ്ങാനൊന്നും വയ്യ, അവൾ ദയനീയമായി പറഞ്ഞു. അല്ലെങ്കിലും കേസൊക്കെ എന്തിനാ? ഇവനെ പോലുള്ളവരെ കൈകാര്യം ചെയ്യാൻ നമ്മൾ തന്നെ ധാരാളം. ദേ, എൻ്റെ ദേഹത്താരെങ്കിലും കൈവച്ച പിന്നെ അവൻ ജീവനോടെ പോവില്ല. ഞാൻ കൈ മുറുക്കി ഇടിക്കാൻ തയ്യാറായി. പ്രശ്നമൊന്നും വേണ്ട ചേട്ടാ, അവന് വേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ചേർന്ന് എന്നെ ബസ്സിൽ നിന്നും ഇറക്കി വിട്ടു. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അപമാനം ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ല. പോരാത്തതിന് ഒരു പീറ പെണ്ണിനെ തല്ലി. റോഡിലുണ്ടായിരുന്ന ഒരു കല്ലിൽ ഞാൻ ആഞ്ഞു ചവിട്ടി. എന്ത് ചെയ്തിട്ടും ദേഷ്യം മാറുന്നില്ല. ഇനി കുറച്ചു നേരം ബസ്സിലെ പെൺകുട്ടിയായാണ് കഥ പറയുന്നത്. ആദ്യ ദിവസം തന്നെ ലേറ്റായാൽ പ്രിൻസിപ്പൽ എന്ത് വിചാരിക്കും? എല്ലാം ആ വൃത്തികെട്ടവൻ കാരണമാണ്. നല്ലൊരു ദിവസമായിട്ട് ബസ്സിലുണ്ടായ അനുഭവം ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നുണ്ട്. മെയ് കമിൻ സർ? പ്രിൻസിപ്പാളിൻ്റെ റൂമിലെ ഡോർ തുറന്നുകൊണ്ട് ഞാൻ ചോദിച്ചു. യെസ്, കമിൻ ആൻഡ് ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു സർ. മുന്നിലെ ചെയറിലിരുന്ന് എൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ പ്രിൻസിപ്പാളിന് നൽകി. ഓ, താനാണല്ലേ പുതുതായി ജോയിൻ ചെയ്യാൻ വന്ന ടീച്ചർ മിസ് ആരാധ്യ ദേവി. ഇത് തൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് അല്ലേ? അതെ സർ. പഴയ പ്രൊഫസർ റിട്ടയർഡായിട്ട് ഒരാഴ്ചയായി. അപ്പോൾ ആ പീരീഡ് വേറെ സബ്ജക്റ്റാണ് ടീച്ചർ എടുക്കുന്നത്. സോ നമുക്ക് സെക്കൻഡ് അവർ തൻ്റെ ക്ലാസ്സിലേക്ക് പോകാം. ശരി സർ. താൻ സ്റ്റാഫ് റൂമിൽ പോയി മറ്റുള്ളവരെ പരിചയപ്പെട്. ക്ലാസ്സിലേക്ക് പോകാറാകുമ്പോൾ ഞാൻ വന്ന് വിളിക്കാം. അത് പറഞ്ഞ് പ്യൂണിനെ വിളിച്ച് എന്നെ സ്റ്റാഫ് റൂമിലേക്ക് ആക്കാൻ പറഞ്ഞു. സ്റ്റാഫ് റൂമിൽ എനിക്ക് ഒഴിച്ചിട്ട ടേബിൾ കാട്ടിത്തന്നു. എല്ലാവരും ക്ലാസ്സിലാണെന്ന് തോന്നുന്നു. ആരെയും കാണുന്നില്ലല്ലോ. ചുറ്റുമൊന്ന് പരതി നോക്കി. അവിടെ ഉണ്ടായിരുന്ന ഒരു ടീച്ചർ എൻ്റെ അടുത്തേക്ക് വന്നു. പുതിയ ടീച്ചറാണല്ലേ? സാറ് പറഞ്ഞിരുന്നു പുതിയ ടീച്ചർ വരുമെന്ന്. എൻ്റെ പേര് ലക്ഷ്മി. ആരാധ്യാദേവി ടേബിളിൽ നിന്നും എഴുന്നേറ്റ് ടീച്ചർക്ക് കൈ കൊടുത്തു. ചെറിയ രീതിയിൽ ഞങ്ങൾ പരിചയപ്പെട്ടു. താൻ എന്താ ലേറ്റായേ? ബൈക്ക് പഞ്ചറായി മിസ്. ഉള്ള വണ്ടിയും പിടിച്ച് ഓടിക്കിതച്ച് ക്ലാസ്സിലെത്തിയപ്പോൾ ഒരു സമയമായി. ഇനി ഇത് ആവർത്തിക്കരുത്, പൊയ്ക്കോ. ടീച്ചർ ക്ലാസ്സിൽ കയറാൻ അനുവാദം തന്നു. ഞാൻ എൻ്റെ സീറ്റിൽ പോയിരുന്നു. എന്താടാ ലേറ്റായി? തൊട്ടടുത്തിരുന്ന നിഖിൽ ചോദിച്ചു. ബൈക്ക് പഞ്ചറായി, ഞാൻ അടക്കം പറഞ്ഞു. നിൻ്റെ കവളിൽ എന്താ ഒരു പാട്?
നല്ലപോലെ അറിയാൻ പറ്റുന്നുണ്ടോടാ? സ്വയം കവിളിൽ തടവി ഞാൻ ചോദിച്ചു. എൽവിൻ ക്ലാസ് മുഴുവൻ എന്നെ നോക്കി. താമസിച്ചു വന്നതും പോരാഞ്ഞിട്ട് അവിടെ ഇരുന്ന് അലയ്ക്കുന്നോ? ഇനിയും സംസാരിക്കണമെങ്കിൽ എൻ്റെ ക്ലാസ്സിന് പുറത്തു പോവാം. മിസ് അവസാന വാണിങ്ങും തന്നു. സോറി മിസ്. മിസ് ഇരുത്തി ഒന്ന് മൂളിയിട്ട് ക്ലാസ് ആരംഭിച്ചു. ഇന്ന് ഏതവനെയാണാവോ കണി കണ്ടത്. എങ്ങനെയോ ആ പിരീഡ് തള്ളി നീക്കി. അപ്പോൾ പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അസൈൻമെൻറ്റ് വെക്കാത്ത ആർക്കും ഇൻറ്റേർണൽ തരില്ല. സി യു സൂൺ. അതും പറഞ്ഞ് മിസ് ഇറങ്ങിപ്പോയി. ആ പറയും മോനെ, ആരാ കാരണത്തിൽ പാട് തന്നത്? നിഖിൽ ചോദിച്ചു. ബസ്സിൽ നടന്നതെല്ലാം അവന്മാരോട് അവൻ പറഞ്ഞു. അപ്പോൾ രാവിലെ തന്നെ നല്ല പേശ കിട്ടിയല്ലേ? അൻവർ കവളിൽ തൊട്ടുനോക്കി പറഞ്ഞു. അവളെ ഞാൻ വെറുതെ വിടില്ല. എൻ്റെ കണ്ണിലെങ്ങാനും വന്ന് പെട്ട അവളുടെ അന്ത്യമാണ്. ഡെസ്കിൽ അടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. സൈലൻസ്. പ്രിൻസി ക്ലാസ്സിലേക്ക് കടന്നു വന്നു. ഇനി ഈ മൈത്താണ്ടി എന്ത് കാട്ടാനാണാവോ കെട്ടി എഴുന്നള്ളിയത്? ബാഗിലേക്ക് ബുക്കെടുത്ത് വെച്ചുകൊണ്ട് അൻവർ അടക്കം പറഞ്ഞു. ലിസൺ സ്റ്റുഡൻസ്, നമ്മുടെ മാത്സ് ടീച്ചർ റിട്ടയറായ വിവരം നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ. ആ സ്ഥാനത്തേക്ക് പുതിയൊരു ടീച്ചർ വന്നിട്ടുണ്ട്. ടീച്ചർ കയറി വരൂ. പ്രിൻസി ക്ലാസിൻ്റെ വാതിൽക്കൽ നോക്കി ആരെയോ വിളിച്ചു. ക്ലാസ് ഒന്നടങ്കം ആരാ വരുന്നത് എന്നറിയാൻ ആകാംക്ഷയോടെ വാതിൽക്കൽ നോക്കി. ചിലും ചിലും എന്ന വെള്ളിപ്പാദസ്വരത്തിൻ്റെ സൗണ്ട് ക്ലാസ്സിൽ മുഴങ്ങി കേട്ടു. നെഞ്ചോട് ചേർത്ത് പിടിച്ച ടെക്സ്റ്റ് ബുക്കുമായി അവൾ ക്ലാസ്സിലേക്ക് കയറി വന്നു. ഇതവളല്ലേ? ആ മുഖം കണ്ടതും ഞാൻ ഞെട്ടി. എൻ്റെ അമ്മോ, എന്നാ ഫിഗറാടാ ഇത്! നിഖിൽ വായും തുറന്ന് അവളെ തന്നെ നോക്കിയിരിക്കുക. ക്ലാസ്സിലെ ബാക്കി ആൺപിള്ളേരുടെ അവസ്ഥയും ഇതുതന്നെ. ഇതാണ് നിങ്ങളുടെ പുതിയ മാത്സ് ടീച്ചർ ആൻഡ് ക്ലാസ് ട്യൂട്ടർ. മിസ്, ഓൾ ദി ബെസ്റ്റ്. പ്രിൻസി അത്രയും പറഞ്ഞ് തിരിച്ചുപോയി. എൻ്റെ പേര് ആരാധ്യാദേവി. സാറ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മാത്സ് ആണ് എടുക്കുന്നത്. അവൾ സ്വയം പരിചയപ്പെടുത്തി. ആരാധ്യാദേവി വീട്ടുകാരറിഞ്ഞിട്ട പേരാ. ഈ ദേവിയെ കണ്ട ആരായാലും ഒന്ന് ആരാധിച്ചു പോവും. ഈ ഊള അടുത്തിരുന്ന് വെറുപ്പിക്കുകയാണല്ലോ. നിഖിലിനെ ഞാനൊന്ന് ഇരുത്തി നോക്കി. ക്ലാസ് ആകമാനം വീക്ഷിച്ച ആരാധ്യയുടെ കണ്ണുകൾ ഒരാളിൽ ഉടക്കി നിന്നു. പുഞ്ചിരി തൂക്കിയ മുഖം കടുക്കാൻ തുടങ്ങി. ദേഷ്യത്തോടെ എൽവിനെ തന്നെ നോക്കി. അവനും രൂക്ഷമായി തിരിച്ചു നോക്കി. ക്ലാസ്സിൽ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്നുവെന്ന് കണ്ടതും ആരാധ്യ നോട്ടം മാറ്റി. സോ നമുക്ക് പരിചയപ്പെടാം. ഗേൾസിൻ്റെ സൈഡിലേക്ക് കൈ കാണിച്ചു പറഞ്ഞു. ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് സ്വയം പരിചയപ്പെടുത്തി. എൽവിൻ്റെ അടുത്തെത്തിയപ്പോൾ അവനും സ്വയം പേര് പറഞ്ഞു. എന്നാൽ അവൾ അത് പുച്ഛിച്ചു തള്ളി. അങ്ങനെ ക്ലാസ് മുഴുവൻ പരിചയപ്പെട്ടു. ക്ലാസ് കഴിയാറായല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വാച്ച് നോക്കിയതിന് ശേഷം കുട്ടികളോട് ചോദിച്ചു. മിസ് മാരീഡ് ആണോ? ക്ലാസ് മുഴുവൻ ചെറുതായി ചിരിക്കാൻ തുടങ്ങി. ഏയ് അല്ല, പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. അപ്പോഴേക്കും ബെല്ലടിച്ചു. സീ യു ടുമോറോ. കൊണ്ടുവന്ന പുസ്തകവുമായി ആരാധ്യ സ്റ്റാഫ് റൂമിലേക്ക് പോയി. ഉഫ്, ചരക്ക് ടീച്ചർ തന്നെ. കണ്ടപ്പോഴേ ക്രഷടിച്ചു. നിഖിലിരുന്ന് മെഴുകാൻ തുടങ്ങി. നീ കേട്ടോ അളിയ, മിസ് മാരീഡ് അല്ലെന്ന്. ആരാണാവോ ആ ഭാഗ്യവാൻ? ഞാനാ അത്. വികടച്ചിരിയോടെ ഞാൻ പറഞ്ഞു. എന്താ മനസ്സിലായില്ല? അതുപോട്ടെ, മിസ്സും നീയും കണ്ണും കോർത്തിരിക്കുന്നത് കണ്ടല്ലോ. നിനക്ക് മിസ്സിനെ അറിയോ? അവളോടാ ബസ്സിൽ വെച്ചെന്നെ തല്ലിയത്. കവിളിൽ തടവിക്കൊണ്ട് ഞാൻ പറഞ്ഞു. മിസ്സോ? വിശ്വസിക്കാനാവാതെ അവൻ ചോദിച്ചു. അറിയാതെ ഒന്ന് തൊട്ടതിനാ അവൾ എന്നെ എല്ലാവരെയും മുന്നിൽ അപമാനിച്ചത്. മറക്കില്ല ഞാനൊന്നും. നീ എന്താ ചെയ്യാൻ പോണത്? അൻവർ ചോദിച്ചു. ഞാനൊന്ന് തൊട്ടപ്പോൾ ഉരുകിപ്പോകുന്ന ശരീരമാണ് അതെങ്കിൽ അവളുടെ അഹങ്കാരം പൊളിക്കാൻ പോകുന്നത് ഞാനാ. ഡെസ്കിൽ പേന കൊണ്ട് കുത്തി അതിലേക്ക് നോക്കി ഞാൻ പറഞ്ഞു. അളിയ, നീ വേണ്ടാത്ത പണിക്ക് നിൽക്കല്ലേ. പീഡന കേസിൽ അകത്തു പോയാൽ ജീവിതകാലത്ത് പുറം ലോകം കാണാൻ പറ്റില്ല. പെണ്ണിനെ ശക്തി കൊണ്ടല്ല കീഴ്പ്പെടുത്തേണ്ടത്. പിന്നെ
അവൾ പൂർണ്ണ സമ്മതത്തോടെ എനിക്ക് വഴങ്ങിത്തരും. അതിനെത്ര കാലം എടുത്താലും ഞാനത് നേടും. ക്രൂരച്ചിരിയോടെ ഞാൻ പേന ഡെസ്കിൽ കുത്തിക്കൊണ്ടിരുന്നു. എന്തോ എനിക്കിത് ശരിയാകുമെന്ന് തോന്നുന്നില്ല. അൻവർ അവൻ്റെ അഭിപ്രായം പറഞ്ഞു. ഞാൻ കൂടെയുണ്ടളിയ. നിന്റെ ആവശ്യം കഴിയുമ്പോൾ എനിക്കൂടെ അവളെ തരൂടാ. നിഖിൽ അവൻ്റെ ആഗ്രഹം പറഞ്ഞു. കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി അളിയ. ഒരു തവണത്തേക്ക് മതി. നിഖിൽ കെഞ്ചി. തരാടാ. എൻ്റെ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവളെ വേണ്ട. നിഖിലിനെ നോക്കി പറഞ്ഞു. അപ്പോൾ കൊടളിയ കൈ. നിഖിൽ വളരെ സന്തോഷത്തിലായി. ഇനി ടീച്ചറുടെ ഭാഗത്തു നിന്നാണ്. വൃത്തികെട്ടവൻ എൻ്റെ ക്ലാസ്സിൽ തന്നെ വന്നല്ലോ. എന്താ അവൻ്റെ പേര്? എൽവിൻ. ഇവനെയൊക്കെ ആണല്ലോ ഞാൻ പഠിപ്പിക്കേണ്ടത്. എൽവിനോടുള്ള ദേഷ്യത്തിൽ ഓരോന്ന് പിറുപിറുത്തുകൊണ്ട് ആരാധ്യ സ്റ്റാഫ് റൂമിലേക്ക് പോയി. ഇൻ്റർവെൽ സമയമായതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഓരോരുത്തരായി ആരാധ്യ വന്ന് പരിചയപ്പെടാൻ തുടങ്ങി. അവളും എല്ലാവരോടും വളരെ സൗമ്യമായി സംസാരിച്ചു. എന്താ മിസ്സേ ഒരു മൂഡ് ഓഫ് പോലെ? ക്ലാസ്സും പിള്ളേരെ ഇഷ്ടമായില്ലേ? തൻ്റെ അടുത്ത ചെയറിൽ ആയിരുന്ന് ലക്ഷ്മി ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല മിസ്സേ, പിള്ളേരൊക്കെ നല്ല ആക്റ്റീവാണ്. ക്ലാസ്സും എനിക്കിഷ്ടമായി. പിന്നെന്താ മിസ്സിനൊരു ഉഷാറില്ലാത്തേ? മിസ്സിന് എൻ്റെ ക്ലാസ്സിലെ എൽവിനെ അറിയോ? വളച്ചുകെട്ടില്ലാതെ ആരാധ്യ ചോദിച്ചു. എൽവിൻ? അറിയാം. എന്താ പ്രശ്നം? ഒന്നാലോചിച്ച് ലക്ഷ്മി പറഞ്ഞു. അവനാളെങ്ങനെയാ? എങ്ങനെയെന്ന് ചോദിച്ചാൽ മനസ്സിലാവാതെ ലക്ഷ്മി ചോദിച്ചു. ആരാധ്യ പിന്നെ ഒന്നും ഒളിക്കാൻ നിന്നില്ല. ബസ്സിൽ അനുഭവം ലക്ഷ്മിയുമായി പങ്കുവെച്ചു. എൽവിൻ അങ്ങനെ ഒരു പയ്യനാണെന്ന് തോന്നുന്നില്ല. ക്ലാസ്സിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഒറ്റബുദ്ധിക്കാരനാ. ഇവിടെ തന്നെ ചെറുതും വലുതുമായ ഒരുപാട് തല്ലുകേസുണ്ട്. ലക്ഷ്മിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവൾ പറഞ്ഞു. അപ്പോൾ ആളത്ര വെടിപ്പല്ലല്ലേ? ടീച്ചർ പറയുന്ന പോലെ പെണ്ണ് കേസൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അവൻ്റെ കൂടെ ഇരിക്കുന്ന ഒരുത്തനുണ്ട്. അവൻ്റെ നോട്ടം കണ്ട മനുഷ്യൻ്റെ തൊലി ഉരിഞ്ഞു പോവും. ചില നേരം പർദ്ദ ഇട്ട് വന്ന് പഠിപ്പിച്ചാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ലക്ഷ്മിയുടെ വെറുപ്പ് മുഴുവൻ ആ വാക്കുകളിലുണ്ടായിരുന്നു. അപ്പോഴേക്കും അടുത്ത പീരീഡ് തുടങ്ങാനുള്ള ബെല്ലടിച്ചു. എല്ലാവരും ക്ലാസ്സിലേക്ക് പോയി. പുതിയ കോളേജ് ആരാധ്യയ്ക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ക്ലാസ് കഴിഞ്ഞ് വൈകിട്ട് ബസ് പിടിച്ച് അവളുടെ ഹോസ്റ്റലിലേക്ക് പോയി. അളിയ, നീ എൻ്റെ ഒപ്പം ഒന്ന് വരണം കേട്ടോ. ക്ലാസ് കഴിഞ്ഞിറങ്ങവേ അൻവറിനോട് പറഞ്ഞു. എന്താടാ കാര്യം? ബൈക്ക് പഞ്ചറാടാ. അതൊന്ന് പോക്കി വർക്ക്ഷോപ്പിൽ എത്തിക്കണം. ബസ്സിൽ നിന്നും പോവാൻ മേല. ശരിയടാ, നമുക്ക് ഒരുമിച്ച് പോവാം. അൻവറിനെയും കൂട്ടിപ്പോയി ബൈക്കെടുത്ത് പഞ്ചർ ഒട്ടിച്ച് അടുത്തുള്ള ചായക്കടയിൽ കയറി ഓരോ ചായ പറഞ്ഞു. ഇന്ന് നീ പറഞ്ഞത് സീരിയസ് ആയിട്ടാണോ? ചായ കുടിക്കവേ അൻവർ ചോദിച്ചു. എന്ത്? ടീച്ചറുടെ കാര്യം. ഞാൻ ഉപദേശിക്കുകയാണെന്ന് നീ കരുതരുത്. നമുക്കത് വേണ്ടടാ. ഇല്ലടാ, എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല. നിനക്ക് എന്താടാ പറ്റിയേ? പെണ്ണ് കേസിലൊന്നും നീ തലയിടാത്തതല്ലേ? നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എൻ്റെ വീട്ടുകാർ പോലും എന്നെ തല്ലിയിട്ടില്ല. അപ്പോഴവൾ അതും അത്രയും പേരുടെ മുന്നിൽ വെച്ച്. എൻ്റെ കണ്ണിൽ അവളോടുള്ള പക കത്തിജ്വലിച്ചു. എൻ്റെ തീരുമാനത്തിന് മാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് കണ്ട അൻവർ പിന്നെ ഒന്നും മിണ്ടിയില്ല. ചായ കുടി കഴിഞ്ഞ് ബൈക്കും എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു. രാത്രി ആഹാരവും കഴിച്ച് ബാൽക്കണിയിൽ രണ്ടാമത്തെ സിഗരറ്റിനെ തിരികൊളുത്തി ഇന്ന് ബസ്സിൽ നടന്നതെല്ലാം ആലോചിക്കുകയായിരുന്നു എൽവിൻ. ആലോചിക്കും തോറും കൈയും കാലും പെരുത്തു വരുന്നു. ആ മോളെ വെറുതെ വിട്ടാൽ പറ്റില്ല. അവളെ തന്നെ എനിക്ക് വേണം. എന്താ ഇപ്പോൾ ചെയ്യുക? ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. സാധാരണ ഒരു സിഗരറ്റ് വലിക്കാറുള്ള എൽവിൻ ഇപ്പോൾ മൂന്നാമത്തെ സിഗരറ്റിലേക്ക് കടന്നു. ഏറെ നേരത്തെ ചിന്തകൾക്കൊടുവിൽ ഒരു ഐഡിയ അവന് മുന്നിൽ തെളിഞ്ഞു വന്നു. ആദ്യം അവൾക്ക് എന്നോടുള്ള വെറുപ്പ് മാറ്റിയെടുക്കണം. അവളുമായി കൂടുതൽ അടുക്കണം. പിന്നെ എല്ലാം താനേ വന്നോളും. വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റ് പാതിയിൽ കുത്തിക്കെടുത്തി ഉറങ്ങാനായി പോയി. പിറ്റേന്ന് പതിവ് പോലെ ക്ലാസ്സിലെത്തി. ഫസ്റ്റ് ക്ലാസ് ആര്യാദയുടെ ആയിരുന്നു. എല്ലാവരും അവൾക്കായി കാത്തിരുന്നു. സ്ഥിരം ലീവാക്കുന്നവർ പോലും ഇന്ന് വന്നിട്ടുള്ളൂ. അതിനുള്ള ഏക കാരണം ആരാധ്യയാണ്. എൽവിൻ നിഖിലിൻ്റെയും അക്ബറിൻ്റെയും ഇടയിലായി സ്ഥാനം പിടിച്ചു.
ആരാധ്യ ക്ലാസ് എടുക്കാൻ തുടങ്ങി. ഇടയ്ക്ക് എൽവിനെ പാളി നോക്കി ആരാധ്യയ്ക്ക് എൽവിൻ നല്ലൊരു പുഞ്ചിരി സമ്മാനിച്ചു. എന്നാൽ ആരാധ്യയ്ക്ക് തന്നെ കളിയാക്കുന്ന പോലെയാണ് തോന്നിയത്. നിഖിൽ തൻ്റെ കണ്ണുകൾ കൊണ്ട് അവളെ കൊത്തി വലിച്ചു. ആ നോട്ടത്തിൽ നിന്നും അവൾക്ക് മനസ്സിലായി ലക്ഷ്മി ടീച്ചർ പറഞ്ഞത് ഇവനെക്കുറിച്ചാണെന്ന്. ക്ലാസ് കഴിഞ്ഞ് ആരാധ്യ സ്റ്റാഫ് റൂമിലേക്ക് പോയി. ഇന്നും മിസ്സിനെ കാണാൻ ചരക്കായിട്ടുണ്ട്. സാരിയിൽ സൂപ്പർ തന്നെ. ആ സാരി കുറച്ച് ഇറക്കി ഉടുത്താ എൻ്റെ പൊന്നെ, ഉഫ്, ആലോചിക്കുമ്പോൾ തന്നെ മൂഡ്. നിഖിൽ അതും പറഞ്ഞ് നെരുവിളി കൊണ്ടു. ഒന്ന് മിണ്ടാതെ ഇരിക്കടാ. നിഖിൽ പറയുന്നത് അൻവറിനത്ര പിടിച്ചില്ല. ഒന്ന് പോടാ, നിനക്ക് അവളെ വേണ്ടല്ലോ, അപ്പോൾ വിട്ടുപിടി. എൽവിൻ മോനെ കുട്ടാ, എത്രയും പെട്ടെന്ന് അവളെ സെറ്റാക്കടാ, എനിക്ക് കൊതി സഹിക്കാൻ പറ്റണില്ല. നിഖിൽ അവൻ്റെ അവസ്ഥ പറഞ്ഞു. നീ ഒന്നടങ്ങ്, ഇതിനൊക്കെ കുറച്ച് സമയമെടുക്കും. ഞാൻ അവനെ അനുനയിപ്പിക്കാൻ നോക്കി. മിസ്സിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനിരുന്നപ്പോൾ ആരാധ്യ ലക്ഷ്മിയോട് ചോദിച്ചു. കെട്ടിയോനും അമ്മായിയമ്മയും പിന്നെ ഒരു മോനുണ്ട്, LKG പഠിക്കുന്നു. ആഹാ, ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഏട്ടന് സ്വന്തമായൊരു ഹോൾസെയിൽ കടയുണ്ട്, അതൊക്കെ നോക്കി അങ്ങനെ പോകുന്നു. മിസ്സിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയും അച്ഛനും, ആരാധ്യ പറഞ്ഞു. അച്ഛൻ എന്ത് ചെയ്യുന്നു? ലക്ഷ്മിയുടെ ആ ചോദ്യം കേട്ടതും ആരാധ്യയുടെ മുഖം മ്ലാനമായി. കഴിക്കാൻ കഴിയാതെ അവൾ ചോറിൽ തന്നെ കിണ്ടിയിരുന്നു. ആരാധ്യയ്ക്ക് അതേപ്പറ്റി സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി. പെട്ടെന്ന് തന്നെ അവൾ വിഷയം മാറ്റി. മിസ്സിൻ്റെ നാട് ഇവിടെയല്ലല്ലോ, അപ്പോൾ താമസമൊക്കെ? ഞാനിവിടെ ഒരു ഹോസ്റ്റലിലാണ്. എങ്ങനെയുണ്ട് അവിടെ? ലക്ഷ്മി ചോദിച്ചു. സത്യം പറയാമല്ലോ മിസ്സേ, വലിയ ബുദ്ധിമുട്ടാണ്. രാത്രി ഇന്നും ചപ്പാത്തി, രാവിലത്തെ ഇഡലി ഉണ്ടെങ്കിൽ ക്രിക്കറ്റ് കളിക്കാം, അത്രയ്ക്ക് കട്ടിയാണ്. വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിച്ചിട്ട് ദിവസങ്ങളായി. രാത്രി എനിക്ക് കുറച്ചു നേരം ബുക്ക് വായിക്കുന്ന ശീലമുണ്ട്. ഇവിടെ 9 മണിയാകുമ്പോൾ ലൈറ്റെല്ലാം ഓഫ് ചെയ്യണം. ലക്ഷ്മിക്ക് മുന്നിൽ അവളുടെ പരാതിപ്പെട്ടി തുറന്നു. എന്നാൽ പിന്നെ വേറൊരിടം നോക്കരുതോ? നോക്കുന്നുണ്ട്. എന്തായാലും ഇനി വേറൊരു ഹോസ്റ്റലിലേക്കില്ല. പേയിങ് ഗസ്റ്റായിട്ട് എവിടെയെങ്കിലും കയറിക്കൂടാൻ പറ്റുമോ എന്ന് നോക്കണം. ഞാനും നോക്കാം. ഏട്ടന് ഹോൾസെയിൽ കട ആയതുകൊണ്ട് ഒരുപാട് പേരെ അറിയാം. ആ വഴിക്ക് ഞാനൊന്ന് ശ്രമിക്കാം. എന്നാൽ എനിക്കതൊരു വലിയ ഉപകാരമായിരിക്കും. എനിക്ക് ഈ നാട്ടിൽ വേറെ ആരെയും പരിചയമില്ല. ആരാധ്യ തനിക്ക് നല്ലൊരു സുഹൃത്തിനെ കിട്ടിയതുപോലെ തോന്നി. ലക്ഷ്മിക്കും അങ്ങനെ തന്നെ. പിറ്റേന്നൊരു സന്തോഷ വാർത്തയുമായാണ് ലക്ഷ്മി കോളേജിലേക്ക് വന്നത്. ആരാധ്യ മിസ്സേ. എന്താ മിസ്സേ, വല്ലാത്ത സന്തോഷത്തിലാണല്ലോ? ഓടി അടുത്തേക്ക് വരുന്ന ലക്ഷ്മിയെ നോക്കി ആരാധ്യ ചോദിച്ചു. മിസ് ഇന്നലെ പറഞ്ഞ താമസത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ ഏട്ടനോട് സംസാരിച്ചു. എന്നിട്ട്? ഏട്ടന് പരിചയമുള്ളൊരു ബ്രോക്കറോട് സംസാരിച്ചു. അപ്പോൾ ഒരു വീട് വാടകയ്ക്ക് കൊടുക്കാനുണ്ട്, മിസ്സിന് താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞു. ലക്ഷ്മി അവൾക്ക് ബ്രോക്കറുടെ നമ്പർ നൽകി. ആരാധ്യ അപ്പോൾ തന്നെ പുള്ളിയെ വിളിച്ചു. ഹലോ, ഞാൻ ലക്ഷ്മി ടീച്ചർ പറഞ്ഞിട്ട് വിളിക്കുന്നതാണേ. ഒരു വീടിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ആ, മനസ്സിലായി. വീട് കോളേജിൽ നിന്ന് കുറച്ച് ദൂരെയാണ്. ടീച്ചർ ഫ്രീ ആകുമ്പോൾ പറഞ്ഞാൽ നമുക്ക് പോയി നോക്കാം. നാളെ വെള്ളിയാഴ്ചയല്ലേ, ഉച്ചയ്ക്ക് ശേഷം ഞാൻ ലീവ് എടുക്കാം. ചേട്ടാ, വാടകയുടെ കാര്യം? പരിഭ്രമത്തോടെ ആരാധ്യ ചോദിച്ചു. വാടകയൊക്കെ നമുക്ക് സെറ്റാക്കാം. ആദ്യം ടീച്ചർ വന്ന് വീട് കാണാം. എന്നാൽ ശരി ചേട്ടാ, നാളെ ഉച്ചയ്ക്ക് പോയി നോക്കാം. എന്നാൽ അങ്ങനെ ആവട്ടെ, ഞാൻ അവരോട് സംസാരിക്കാം. ബ്രോക്കർ ഫോൺ വെച്ചു. എന്തായി? ലക്ഷ്മി ആകാംക്ഷയോടെ ചോദിച്ചു. നാളെ വീട് പോയി നോക്കാമെന്നാണ് പറഞ്ഞേ, പക്ഷേ വാടകയുടെ കാര്യം അറിയാൻ മേലാത്തെ. എന്തായാലും വീട് പോയി നോക്ക്, ഇഷ്ടപ്പെട്ട ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ലക്ഷ്മി ധൈര്യം നൽകി. താങ്ക്സ് മിസ്സേ, എന്നെ ഇങ്ങനെ ആരും സഹായിച്ചിട്ടില്ല. ഇതിനൊക്കെ എന്തിനാ താങ്ക്സ്? നീ എനിക്കൊരു കൂടപ്പിറപ്പിനെ പോലെയല്ലേ? അത് കേട്ടതും ആരാധ്യയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ ഞാൻ പോയി നാളെ ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുക്കുന്നത് പ്രിൻസിയെ അറിയിച്ചിട്ട് വരാം. കണ്ണ് നിറഞ്ഞത് ലക്ഷ്മി അറിയിക്കാതെ ഇരിക്കാൻ അവൾ അതും പറഞ്ഞ് നടന്നു നീങ്ങി. അടുത്ത ദിവസം തന്നെ ഉച്ചയ്ക്ക് ലീവാക്കി ആരാധ്യ കോളേജിൽ നിന്നും ഇറങ്ങി. ബ്രോക്കറെ വിളിച്ചപ്പോൾ വീടിൻ്റെ ലൊക്കേഷൻ അയച്ചിട്ട് അങ്ങോട്ട് എത്തിക്കോളാൻ പറഞ്ഞു. കിട്ടിയ ബസ് പിടിച്ച് ബ്രോക്കർ പറഞ്ഞ വീട്ടിലെത്തി. അത് വലിയൊരു ബംഗ്ലാവ് പോലുള്ള വീടായിരുന്നു. കണ്ടപ്പോഴേ അവളുടെ കിളി പോയി. മുമ്മുറത്തായി ബ്രോക്കർ ചേട്ടനും ഉണ്ടായിരുന്നു. ഒരുപാട് നേരമായോ വന്നിട്ട്?
ധൃതിയിൽ ബ്രോക്കർ ചേട്ടൻ്റെ അടുത്തേക്ക് എത്തി ചോദിച്ചു. ഇല്ല ടീച്ചറെ, ഇപ്പോൾ വന്നേ ഉള്ളൂ. ദാ ആ കാണുന്നതാ വീട്, ആ നോക്കാം. ബ്രോക്കർ ടീച്ചറെയും കൂട്ടി ഒരു ചെറിയ വീട് കാണിച്ചു. അത്രയ്ക്ക് ചെറുതൊന്നുമല്ല. ഒരടുക്കളയും 2 മുറിയും ഹോളും അടങ്ങുന്ന വീട്. ടിവിയും കട്ടിലും സോഫയും എന്നിങ്ങനെ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. കണ്ടപ്പോഴേ ആരാധ്യയ്ക്ക് വീട് ഇഷ്ടമായി. പക്ഷേ വാടകയെക്കുറിച്ചാണ് പേടി. എങ്ങനുണ്ട്, ഇഷ്ടമായോ? ബ്രോക്കർ ചേട്ടൻ ചോദിച്ചു. വീടൊക്കെ ഇഷ്ടമായി, എന്നാ വാടക? ആശങ്കയോടെ അവൾ ചോദിച്ചു. അതൊക്കെ നമുക്ക് സംസാരിക്കാം, ടീച്ചർ വാ. ബ്രോക്കർ ആരാധ്യയും കൂട്ടി ആ വലിയ വീട്ടിലേക്ക് പോയി. അവളുടെ മനസ്സിൽ ഇപ്പോഴും വാടകയുടെ കാര്യമാണ് ആശങ്ക. തൻ്റെ ബഡ്ജറ്റിനേക്കാൾ വലിയ തുക ആവുമെങ്കിൽ വേറെ വീട് നോക്കാം. അങ്ങനെ ഓരോന്നാലോചിച്ച് വീടിൻ്റെ അകത്തെ സോഫയിലിരുന്നു. തൻ്റെ അമ്മയുടെ പ്രായമുള്ള സ്ത്രീ കുടിക്കാൻ വെള്ളം തന്നു. ഗ്ലാസ് എടുത്ത് ഒരു പുഞ്ചിരി നൽകി. അപ്പോഴേക്കും വേറൊരു പുള്ളി എൻ്റെ മുന്നിലായിരുന്നു. കണ്ടിട്ട് ഓണറാണെന്ന് തോന്നുന്നു. വീടൊക്കെ കണ്ടില്ലേ, ഇഷ്ടമായോ? വന്നയാൾ തിരക്കി. വീടൊക്കെ ഇഷ്ടമായി, വാടകയുടെ കാര്യമൊന്നും പറഞ്ഞില്ല. അയാൾ വാടക പറഞ്ഞത് കേട്ടപ്പോൾ ആരാധ്യയുടെ കണ്ണ് തള്ളിപ്പോയി. ഇത്രയും വലിയ വീടിന് ഇത്ര ചെറിയ വാടകയോ? ടീച്ചർ ചിന്തിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇത്രയും തുച്ഛമായ വാടകയ്ക്ക് കൊടുക്കുന്നത് എന്തിനാണെന്നല്ലേ? ആരാധ്യ അറിയാതെ അതേന്ന് തലയാട്ടി. ഞങ്ങൾക്ക് ജീവിക്കാൻ ആ വീടിൻ്റെ വാടക ആവശ്യമില്ല. ഇവൾക്ക് വയസ്സായി. അപ്പോൾ ഈ വീടും ആ വീടും ഒരുപോലെ നോക്കാൻ പറ്റില്ല. വാടകയ്ക്ക് കൊടുത്താൽ വീട് വൃത്തിയായി കിടക്കുമല്ലോ. ഞാൻ അത്രേ ആലോചിച്ചുള്ളൂ. അത് ശരിയാ, ബ്രോക്കർ ഒത്താശ പിടിച്ചു. ഞങ്ങൾ ഫാമിലിക്ക് കൊടുക്കാമെന്നാണ് തീരുമാനിച്ചത്. അപ്പോഴാണ് അയാൾ ടീച്ചറുടെ കാര്യം പറയുന്നത്. എനിക്ക് ബാച്ചിലർക്ക് കൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു. ഇയാളാ പറഞ്ഞേ, ഇയാൾക്കറിയാവുന്ന ആളാ, കുഴപ്പമൊന്നുമില്ലെന്ന്. ഞാനത് കേട്ട് പെട്ടെന്ന് ബ്രോക്കറെ നോക്കി. പുള്ളി കണ്ണടച്ച് കാണിച്ചു. ടീച്ചർ എവിടെയാണ് പഠിപ്പിക്കുന്നേ? ആരാധ്യ കോളേജിൻ്റെ പേര് പറഞ്ഞു. ആഹാ, എൻ്റെ മോനും അവിടെയാണ് പഠിക്കുന്നത്, ആ സ്ത്രീ ഇടയ്ക്ക് കയറി പറഞ്ഞു. ആണോ, മോൻ്റെ പേരെന്താ? ആകാംക്ഷയോടെ ആരാധ്യ തിരക്കി. അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം, ഇപ്പോൾ ഡീലിലേക്ക് കടക്കാം, ബ്രോക്കർ കുറുക്കെ കയറി പറഞ്ഞു. ടീച്ചർക്ക് വീട് ഇഷ്ടമായ സ്ഥിതിക്ക് നാളെ തന്നെ എഗ്രിമെൻ്റ് എഴുതാം. ഡെപ്പോസിറ്റായിട്ട് 20,000 രൂപ. എന്താ, ഓക്കെ അല്ലേ? ഓക്കെയാണ് സാർ, നാളെ തന്നെ ഞാൻ പൈസ അറേഞ്ച് ചെയ്യാം. എന്നാൽ എല്ലാം പറഞ്ഞ പോലെ. എന്നാ ടീച്ചർ ഇങ്ങോട്ട് മാറുന്നത്? ഇപ്പോൾ ഞാനൊരു ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. സൺഡേ ഇങ്ങോട്ട് മാറാം എന്നാണ് വിചാരിക്കുന്നത്. ഓ, അത് മതി. ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ഫർണിച്ചറെല്ലാം അവിടെയുണ്ട്. ഗ്യാസ് കണക്ഷൻ ഇല്ല. ഞാൻ നാളെ തന്നെ അതിനുള്ള ഏർപ്പാട് ചെയ്യാം. വേറെ എന്തെങ്കിലും വേണോ? അയ്യോ വേണ്ട സാർ, ഇപ്പോൾ തന്നെ സൗകര്യങ്ങളൊക്കെ കൂടുതലാണ്. എന്നാൽ ശരി, വീട് നല്ലപോലെ നോക്കണം കേട്ടോ, പുഞ്ചിരിച്ചുകൊണ്ട് സാറ് പറഞ്ഞു. തീർച്ചയായും, എൻ്റെ സ്വന്തം വീട് പോലെ നോക്കിക്കോളാം, ആരാധ്യ നെഞ്ചിൽ തൊട്ട് പറഞ്ഞു. എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ? എഗ്രിമെൻ്റ് ആയിട്ട് ഞാനും ടീച്ചറും നാളെ വരാം. ആരാധ്യ അവരോട് യാത്ര പറഞ്ഞിറങ്ങി. ബ്രോക്കർ ചേട്ടൻ ബാക്കി കാര്യം നോക്കിക്കോളാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ലക്ഷ്മി മിസ്സിനെ വിളിച്ചു. ഹലോ, എന്തായി? ആകാംക്ഷയോടെ ലക്ഷ്മി തിരക്കി. നല്ല അടിപൊളി വീട് ചേച്ചി, വാടകയും കുറവാ. ലക്ഷ്മി മിസ് എനിക്കിപ്പോൾ ചേച്ചിയെ പോലെയാ. പെണ്ണ് നല്ല സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. പിന്നെ സന്തോഷം ഇല്ലാതിരിക്കുമോ? ആകെ ഒരു വിഷമം, കോളേജിൽ നിന്നും ഇച്ചിരി അകലെയാണ് വീട്. ദേ പെണ്ണെ, ഇത്രയും കുറഞ്ഞ വാടകയ്ക്ക് ഇതുപോലൊരു വീട് വേറെ കിട്ടില്ല. അപ്പോൾ ദൂരം ഒന്നും നോക്കണ്ട. ആ, എന്തായാലും നാളെ തന്നെ എഗ്രിമെൻ്റ് എഴുതാമെന്നാണ് പറഞ്ഞത്. ഡെപ്പോസിറ്റ് 20,000 കൊടുക്കണം. നിൻ്റെ കയ്യിൽ അത്രയും പൈസയൊക്കെ ഉണ്ടോ? അമ്മ എൻ്റെ പേരിൽ ഇട്ട കുറച്ച് പൈസയുണ്ട്, അതെടുക്കാം. പൈസയ്ക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ, മടിക്കരുത്. ആ വാക്കുകൾ എൻ്റെ മനസ്സ് നിറച്ചു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം ചേച്ചിയോട് തന്നെ ചോദിക്കും, പോരെ? അത് മതി. അപ്പോൾ ട്രീറ്റ് എപ്പോഴാ? ശമ്പളം കിട്ടിയ ഉടൻ ചേച്ചിക്ക് ഞാൻ വലിയൊരു ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ചുമ്മാ പറഞ്ഞതാ, നീ വെറുതെ പൈസയൊന്നും പാഴാക്കി കളയണ്ട. ഇങ്ങോട്ടൊന്നും പറയണ്ട, ഇത് ഞാൻ ഉറപ്പിച്ച കാര്യമാ. ബസ് വന്ന് ചേച്ചി, ഞാൻ പിന്നെ വിളിക്കാം. ലക്ഷ്മിയും ഓക്കെ പറഞ്ഞ് ഫോൺ വെച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ ബ്രോക്കർ എഗ്രിമെൻ്റ് എല്ലാം ശരിയാക്കി ആരാധ്യയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് പോയി. എഗ്രിമെൻ്റ് എഴുതി പൈസ കൈമാറി. അവർ അവൾക്ക് നേരെ താക്കോൽ നീട്ടി. ഇരു കൈയും നീട്ടി വാങ്ങി പ്രാർത്ഥിച്ചു. അത് കണ്ടപ്പോൾ എല്ലാവരുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു.
ഇപ്പോൾ ആ വീട്ടുകാർക്കൊരു വിശ്വാസമുണ്ട്, ആരാധ്യ ആ വീട് സ്വന്തം വീട് പോലെ നോക്കിക്കോളുമെന്ന്. മോനെ, നാളെ ഔട്ട് ഹൗസിൽ പുതിയ താമസക്കാരെത്തും. അത്താഴം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൽവിനോട് മമ്മി പറഞ്ഞു. ഇതൊക്കെ എപ്പോൾ? എന്നോട് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. വിഷമത്തോടെ എൽവിൻ പറഞ്ഞു. അച്ചോടാ, പിണങ്ങല്ലേ കുട്ടാ, മമ്മി പറയാൻ വിട്ടുപോയതാ. എൽവിൻ്റെ തലയിൽ തലോടി അവനെ കൊഞ്ചിച്ചു. നിന്റെ കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചറാ വരുന്നേ. എൻ്റെ കോളേജിൽ പഠിപ്പിക്കുന്നതോ? പുള്ളിക്കാരിയുടെ പേരെന്താ? പേര് അയ്യോ, പേര് ചോദിക്കാൻ വിട്ടുപോയി. എന്തോ ആലോചിച്ച് മമ്മി പറഞ്ഞു. ആ ബെസ്റ്റ്, പേര് പോലും അറിയാത്ത ആൾക്കാണോ വീട് കൊടുക്കുന്നേ? എന്തായാലും നാളെ വരുമല്ലോ, അപ്പം ചോദിക്കാം. എന്നെ കൊഞ്ഞനം കുത്തി മമ്മി പറഞ്ഞു. ഫാമിലി ആയിട്ടാണോ വരുന്നേ? അല്ല, ഒറ്റയ്ക്കാ. ഫാമിലി ആണെങ്കിലേ വീട് കൊടുക്കൂ എന്നല്ലേ പപ്പ പറഞ്ഞേ. അതൊരു പാവം കൊച്ചാടാ, കണ്ടാൽ തന്നെ അറിയാം. വീടൊക്കെ നല്ലപോലെ നോക്കിക്കോളും. അതുമാത്രമല്ല, ഇനി നീ കോളേജിൽ വല്ല വേലത്തരവും കാണിച്ചാൽ എനിക്കറിയാമല്ലോ. അങ്ങനെ വരട്ടെ. എന്നെ നോക്കാനുള്ള സ്പൈ ആയിട്ടാണല്ലേ അപ്പോയിൻ്റ് ചെയ്യുന്നേ? അങ്ങനെയാണെങ്കിൽ അവർക്ക് വീട് കൊടുക്കണ്ട. ഇനിയൊന്നും നടക്കില്ല മോനെ. എഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്ത് താക്കോലും കൊടുത്തു. എൻ്റെ പുണ്യാള, എന്തൊക്കെയാ ഈ വീട്ടിൽ നടക്കുന്നേ? കണ്ണും മിഴിച്ച് ഞാൻ മമ്മിയെ നോക്കി. ഇന്നലെ വന്ന് വീട് നോക്കി, ഇന്ന് എഗ്രിമെൻ്റ് എഴുതി താക്കോൽ വാങ്ങി നാളെ താമസിക്കാൻ വരും. 2 ദിവസം കൊണ്ട് ഇത്രയൊക്കെ നടന്നു. ഇതൊക്കെ അറിയണമെങ്കിൽ നീ വീട്ടിലിരിക്കണം, അല്ലാതെ കൂട്ടുകാരുടെ കൂടെ ഊര് തെണ്ടാൻ പോയാൽ ഒന്നും അറിയത്തില്ല. നാളെ എന്തായാലും വരുമല്ലോ ആ അവതാരം, അപ്പം ഞാൻ കണ്ടോളാം. കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി റൂമിലേക്ക് പോവാൻ ഒരുങ്ങി. നാളെ രാവിലെ എഴുതിച്ചേക്കണം, പള്ളിയിൽ പോവാനുള്ളതാ. അത് ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് റൂമിലേക്ക് പോയി. ഞായറാഴ്ച രാവിലെ തന്നെ തൻ്റെ ബാഗും സാധനങ്ങളുമായി പുതിയ വീട്ടിലേക്കെത്തി. ഗേറ്റ് തുറന്ന് ആ വലിയ വീട്ടിലെത്തിയപ്പോൾ വാതിലെല്ലാം അടച്ചിട്ടേക്കായിരുന്നു. ബെല്ലടിച്ചു, എങ്കിലും ഒച്ചയും അനക്കവും ഒന്നും കേട്ടില്ല. താക്കോൽ കയ്യിലിരിക്കുന്നത് കൊണ്ട് നേരെ ആ ചെറിയ വീട്ടിൽ പോയി വാതിൽ തുറന്ന് അകത്ത് കയറി. എല്ലാം ഒന്നുകൂടി ചുറ്റിക്കറങ്ങി നോക്കി. സാറ് പറഞ്ഞ പോലെ ഗ്യാസ് കണക്ഷനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം തൂത്തൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാലും തൻ്റെ മനസ്സമാധാനത്തിന് എല്ലാം ഒന്നുകൂടി തൂത്തു. മുറ്റത്തൊക്കെ ഇലകൾ വീണ് കിടപ്പുണ്ടായിരുന്നു, അതും തൂത്ത് വൃത്തിയാക്കി. അടുത്തുള്ള കടയിൽ പോയി പാൽ വാങ്ങി പായസത്തിന് വേണ്ട സാധനങ്ങളും വാങ്ങി വീട്ടിലേക്കെത്തി. താൻ ജീവന് തുല്യം കരുതുന്ന കൃഷ്ണവിഗ്രഹം നല്ലൊരിടത്ത് വെച്ച് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ കൊണ്ടുവന്ന പാൽ കാച്ചി അതിൽ പായസമുണ്ടാക്കി. ഇതാരാ മമ്മി ഗേറ്റൊക്കെ തുറന്നിട്ടേക്കുന്നേ? ഗേറ്റ് കടന്ന് വീട്ടിലേക്ക് കടക്കുന്ന വേളയിൽ എൽവിൻ ആരാഞ്ഞു. ഔട്ട് ഹൗസിൻ്റെ വാതിൽ തുറന്ന് കിടക്കാണല്ലോ, ചിലപ്പോൾ ആ കൊച്ചു വന്നിട്ടുണ്ടാവും. എന്നാലൊരു മര്യാദ വേണ്ടേ? അടഞ്ഞു കിടക്കുന്ന വീട്ടിൽ ഇങ്ങനെയാണോ ചെയ്യുന്നേ? ബുള്ളറ്റിൽ നിന്നും ഇടുന്നവേ എൽവിൻ ചോദിച്ചു. എടാ, നമ്മൾ പള്ളിയിൽ പോയേക്കുമല്ലായിരുന്നോ? ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. നീ ചെന്ന് ഡ്രസ്സ് മാറി വാ, നമുക്ക് അങ്ങോട്ടൊന്ന് ചെന്നിട്ട് വരാം. എൽവിനും മമ്മിയും ഡ്രസ്സ് മാറാനായി വീടും തുറന്ന് റൂമിലേക്ക് പോയി. വണ്ടിയുടെ സൗണ്ടല്ലേ കേട്ടത്? അവർ വന്നെന്ന് തോന്നുന്നു. താൻ ഉണ്ടാക്കിയ പായസം 2 ഗ്ലാസ്സിലാക്കി സാരിയും നേരെ പിടിച്ചിട്ട് അവരുടെ വീട്ടിലേക്ക് ചെന്നു. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ ഇന്നലെ കണ്ട സ്ത്രീ ഇറങ്ങി വന്നു. ആഹാ, മോൾ രാവിലെ വന്നോ? എന്താ കയ്യിൽ? ഉമ്മറത്തേക്ക് വരവേ അവർ ചോദിച്ചു. ഞാൻ രാവിലെ വന്നു മാഡം. ഇവിടെ ബെല്ലടിച്ചപ്പോൾ ആരെയും കണ്ടില്ല, അപ്പോൾ ഞാൻ ആ വീട് തുറന്ന് വൃത്തിയാക്കി. ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോയിരുന്നു, അതാ മോള് വന്നപ്പോൾ ഞങ്ങളെ കാണാത്തെ. മുറ്റത്ത് തന്നെ നിൽക്കാതെ കയറി വാ. ആരാധ്യയുടെ കയ്യിൽ നിന്നും പായസം വാങ്ങി അവളെ വീട്ടിലേക്ക് ക്ഷണിച്ചു. എന്താ മോളെ പായസമൊക്കെ? ഒരു സിപ്പ് കുടിച്ചുകൊണ്ട് മമ്മി ചോദിച്ചു. വീട്ടിൽ കയറി എല്ലായിടവും ഒന്ന് തൂത്ത് പാല് കാച്ചി, പിന്നെ അത് പായസമാക്കി നിങ്ങൾക്ക് മധുരം തരാമെന്ന് വിചാരിച്ചു. ആണോ? നല്ല ടേസ്റ്റ് കേട്ടോ, മോക്ക് നല്ല കൈപ്പുണ്യമുണ്ട്. പായസം കുടിച്ചുകൊണ്ട് മമ്മി പറഞ്ഞു. താങ്ക്സ് മാഡം. മോളെ, ഞാൻ പറയണമെന്ന് വിചാരിച്ചതാ, എന്നെ മാഡം എന്നൊന്നും വിളിക്കണ്ട കേട്ടോ. ഞാൻ അമ്മയെന്ന് വിളിച്ചോട്ടെ? കുറച്ചു നേരം ആലോചിച്ച ശേഷം പേടിയോടെ ആരാധ്യ ചോദിച്ചു. അതിനെന്താ, മോൾ അങ്ങനെ വിളിച്ചോ? അയ്യോ, മോളുടെ പേര് ചോദിക്കാൻ മറന്നു. ഇന്നലെ ടീച്ചറുടെ പേര് ചോദിച്ചില്ല എന്ന് പറഞ്ഞ് അവൻ എന്നെ കൊന്നില്ല എന്നേ ഉള്ളൂ.
ആരാധ്യാദേവി. ആരാധ്യ, കൊള്ളാം, നല്ല പേര്. അതിന് അവളൊന്ന് പുഞ്ചിരിച്ചു. മോൻ ഇവിടെ ഉണ്ടോ? ആ, പള്ളിയിൽ പോയിട്ട് ഡ്രസ്സ് മാറാനായിട്ട് പോയതാ. മോനെ എൽവി, ഒന്ന് ഇങ്ങോട്ട് വന്നേടാ. അകത്തേക്ക് നോക്കി മമ്മി വിളിച്ചു പറഞ്ഞു. ഇപ്പോൾ വരാമെന്ന് അവിടുന്ന് ഒരു അശരീരി കേട്ടു. അവർ തമ്മിൽ വീണ്ടും ഓരോ നാട്ടുവർത്താനം പറഞ്ഞിരുന്നു. സ്റ്റെയർ കേസിൽ കാലൊച്ച കേട്ട ആരാധ്യ അവിടേക്ക് നോക്കി. ഇറങ്ങി വരുന്ന ആളെ കണ്ട് ആരാധ്യ ഒന്ന് ഞെട്ടി. അവളെ കണ്ടതും എൽവിനും ഞെട്ടി സ്റ്റെയറിൽ തന്നെ നിന്നു. ആരാധ്യ നോക്കുന്നിടത്തേക്ക് നോക്കിയതും മമ്മിയും എൽവിനെ കണ്ടു. ഇതാണ് എൻ്റെ മോൻ എൽവിൻ. എൽവിനെ നോക്കി മമ്മി പറഞ്ഞു. എൽവിനെ എനിക്കറിയാം, എൻ്റെ ക്ലാസ്സിലാണ് എൽവിൻ പഠിക്കുന്നത്. അവനെ നോക്കി പറഞ്ഞു. അവൻ പതിയെ നടന്ന് അവരുടെ അടുത്തേക്കെത്തി. ആണോ, ഞാൻ ഇന്നലെ ഇവനോട് പറഞ്ഞതേ ഉള്ളൂ, കോളേജിൽ വല്ല കുരുത്തക്കേട് ഒപ്പിച്ചാൽ എന്നെ അറിയിക്കാൻ പുതിയ ആളൊക്കെ ആയെന്ന്. അത് പറഞ്ഞ് മമ്മി ചിരിച്ചു. ഇത് കുടിക്കടാ, മോളുണ്ടാക്കിയതാ. രണ്ടാമത്തെ ഗ്ലാസ് പായസം മമ്മി എൽവിന് കൊടുത്തു. അവനത് കുടിച്ചു. എന്നാ ഞാൻ ഇറങ്ങട്ടെ അമ്മേ? എന്നാ അങ്ങനെ ആകട്ടെ. അവർ ഇരുന്നെടുത്ത് നിന്നും എഴുന്നേറ്റു. സാർ ഇവിടെ ഇല്ലേ? ഇല്ല, ഇച്ചായനൊരു മരണത്തിന് പോയതാ. ആണോ? ഞാൻ എൽവിൻ്റെ കാര്യം ആലോചിച്ചില്ല. അതാ 2 ഗ്ലാസ്സിൽ പായസം കൊണ്ടുവന്നത്. ഞാൻ പോയി സാറിനുള്ളത് കൂടി കൊണ്ടുവരാം. മോള് വെറുതെ ബുദ്ധിമുട്ടണ്ട. എൽവി, നീ മോളെ കൂടെ പോയിട്ട് വാ. നിൽക്ക്, ഞാൻ പാത്രം തന്ന് വിടാം. അമ്മ അടുക്കളയിൽ പോയി ഒരു തൂക്കുപാത്രവുമായി വന്നു. അത് എൽവിന് നൽകി ആരാധ്യയുടെ കൂടെ പറഞ്ഞു വിട്ടു. അമ്മ നൽകിയ പാത്രവുമായി ആരാധ്യയ്ക്കൊപ്പം എൽവിൻ നടന്നു. ഇത് എൽവിൻ്റെ വീടാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ മിസ് ഇവിടേക്ക് വരില്ലായിരുന്നു അല്ലേ? ആരാധ്യ ഒന്നും മിണ്ടിയില്ല. മിസ് കരുതുന്ന പോലെ ഞാനൊരു ഞരമ്പനൊന്നുമല്ല. അന്ന് ബൈക്ക് പഞ്ചറായതുകൊണ്ട് മാത്രമേ ഞാൻ ബസ്സിൽ കയറിയത്. സ്കൂൾ സമയം ആയതുകൊണ്ട് തന്നെ നല്ല ഉന്തും തള്ളും ഉണ്ടായിരുന്നു. പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടപ്പോൾ വീഴാതെ ഇരിക്കാൻ പിടിച്ചതാണ്, അല്ലാതെ മനഃപൂർവ്വം ചെയ്തതല്ല. പാത്രം പെട്ടെന്ന് മിസ് എൽവിന് നേരെ കൈ നീട്ടി. അപ്പോഴാണ് അവനും അത് ശ്രദ്ധിച്ചത്. അവർ നടന്ന് ഔട്ട് ഹൗസിൽ എത്തിയിരിക്കുന്നു. പാത്രം അവൾക്ക് നൽകി മിസ്സിൻ്റെ വരവിനായി കാത്തിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് പാത്രത്തിൽ പായസവുമായി ടീച്ചർ എത്തി. പാത്രം അവന് കൊടുത്ത് അവൾ തിരിച്ചു പോവാൻ ഒരുങ്ങി. മിസ്, എന്താണെന്നറിയാൻ? അവൾ തിരിഞ്ഞു നോക്കി. പായസം നന്നായിരുന്നു, അത്രമാത്രം പറഞ്ഞ് തിരിച്ചവൻ വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് കോളേജിലേക്ക് എൽവിൻ ബൈക്കിൽ പോകുമ്പോൾ മിസ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത് കണ്ടു. ബസ്സൊക്കെ കയറി ആരാധ്യ കോളേജിലെത്തിയപ്പോൾ ഒരു സമയമായി. ഇന്നെന്തു പറ്റി? മിസ് താമസിച്ചല്ലോ. ലേറ്റായി ക്ലാസ്സിലേക്ക് കയറി ആരാധ്യയെ നോക്കി നിഖിൽ ആരാഞ്ഞു. മിസ് സ്ഥലം മാറി, അതാ ലേറ്റും ആയത്. മട്ടിൽ എൽവിൻ പറഞ്ഞു. ഈ സമയം കൊണ്ട് ആരാധ്യ ബോർഡിൽ ഓരോ പ്രോബ്ലംസ് ചെയ്യാൻ തുടങ്ങി. അത് നിനക്കെങ്ങനെ അറിയാം? അൻവർ ചോദിച്ചു. മിസ്സിപ്പോൾ താമസിക്കുന്നത് എൻ്റെ വീട്ടിലാണ്. പോടാ, ചുമ്മാ തള്ളാതെ. ഞാൻ എന്തിനാടാ തള്ളുന്നേ? അപ്പോൾ സൗകര്യമായി. ഇനി ആ മോളെ നിനക്ക് വീട്ടിലിട്ട് കൊതി തീർക്കാമല്ലോ, കൊതിയോടെ നിഖിൽ പറഞ്ഞു. എൽവിൻ, സ്റ്റാൻഡപ്പ്! ആരാധ്യ അലറി. അവിടെ ഇരുന്ന് അലയ്ക്കാനാണെങ്കിൽ ക്ലാസ്സിന് പുറത്തു പോവാം. താമസിച്ച് എത്തിയതിന് പ്രിൻസിയറിൻ്റെ വഴക്ക് കിട്ടിയ ദേഷ്യത്തിലായിരുന്നു ആരാധ്യ. അപ്പോഴാണ് എൽവിൻ അവളുടെ മുന്നിൽ പെടുന്നത്. മിസ് ഇപ്പോൾ ചെയ്ത പ്രോബ്ലത്തിൽ ഇവൻ്റെ ഡൗട്ട്, അത് ക്ലിയർ ചെയ്യുമായിരുന്നു. അൻവറിനെ ചൂണ്ടി എൽവിൻ പറഞ്ഞു. ഡൗട്ട് ക്ലിയർ ചെയ്യാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. തന്നോട് ചോദിക്കാനാണെങ്കിൽ താനിവിടെ വന്ന് ക്ലാസ് എടുക്ക്. എൻ്റെ നേരെ മാർക്കർ നീട്ടി ആരാധ്യ പറഞ്ഞു. ക്ലാസ്സിലെ മുഴുവൻ പിള്ളേരും എൽവിനെ നോക്കി ചിരിക്കാൻ തുടങ്ങി. അതവന് നല്ല രീതിയിൽ ഇൻസൾട്ടായി. അവൻ്റെ ഈഗോയിലാണ് ആരാധ്യ ടച്ച് ചെയ്തത്. പിന്നെ ഒന്നും ചിന്തിക്കാതെ നേരെ ബോർഡിനടുത്തേക്ക് നീങ്ങി ആരാധ്യയുടെ കയ്യിൽ നിന്നും മാർക്കറും വാങ്ങി അടുത്തതായി സോൾവ് ചെയ്യാൻ വേണ്ടി ബോർഡിൽ എഴുതിയ പ്രോബ്ലം എൽവിൻ ആൻസർ ചെയ്യാൻ തുടങ്ങി. ക്ലാസ് മുഴുവൻ ഒന്ന് ഞെട്ടി. ബോർഡിൽ പ്രോബ്ലം സോൾവ് ചെയ്ത് മാർക്കർ ആരാധ്യയ്ക്ക് നേരെ നീട്ടി. ബോർഡിൽ നോക്കിയപ്പോൾ അവൻ ചെയ്ത ഉത്തരം ശരിയായിരുന്നു. പോയിരിക്കെ, എല്ലാവരും ഇത് എഴുതിയെടുത്തോ. മാർക്കർ വാങ്ങി എൽവിനെ പറഞ്ഞു വിട്ടു.
എൽവിൻ ഇങ്ങനെ കാണിക്കുമെന്ന് ആരാധ്യ ഒരിക്കലും കരുതിയിരുന്നില്ല. അവൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അടിയായിരുന്നു അത്. ഈ ഒറ്റ സംഭവത്തിൽ ക്ലാസ്സിൽ ഒരു വീരപരിവേഷം എൽവിന് കിട്ടി. തിരിച്ച് തൻ്റെ സീറ്റിലേക്ക് പോകവേ എല്ലാവരും ഒരു ആരാധനാഭാവത്തിൽ അവനെ നോക്കി. ഇതൊക്കെ എന്ത് എന്നുള്ള പുച്ഛം അവൻ്റെ മുഖത്ത് തെളിഞ്ഞു നിന്നു. പൊളിച്ചളിയ, അവളുടെ അണ്ണാക്കിലെ പിരി വെട്ടിക്കാണും. നിഖിലിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. എന്നാലും എൻ്റെ എൽവി, ഇതൊക്കെ എങ്ങനെയാടാ സാധിക്കുന്നേ? അൻവർ അത്ഭുതത്തോടെ ചോദിച്ചു. ഞാനൊന്ന് ചിരിച്ചു കാണിച്ചു. ക്ലാസ് കഴിഞ്ഞതും ആരാധ്യ സ്റ്റാഫ് റൂമിലേക്ക് പോയി. അത് കഴിഞ്ഞുള്ള പീരീഡും കഴിഞ്ഞ് സ്റ്റാഫ് റൂമിൽ തലയ്ക്ക് കയ്യും കൊടുത്തിരിക്കുകയായിരുന്നു ആരാധ്യ. ഹലോ, പുതിയ വീടൊക്കെ എങ്ങനെയുണ്ട്? തൊട്ടടുത്തുള്ള തൻ്റെ സീറ്റിലിരുന്ന് ലക്ഷ്മി ചോദിച്ചു. ആ ചേച്ചിയോ, വീടൊക്കെ കൊള്ളാം, നേരെ ഇരുന്നു കൊണ്ട് ആരാധ്യ പറഞ്ഞു. പിന്നെന്താ പെണ്ണെ, നിൻ്റെ മുഖം ബലൂൺ വീർപ്പിച്ച പോലെ ഇരിക്കുന്നേ? ചേച്ചി, ഞാൻ താമസിക്കുന്ന വീടില്ലേ, അത് എൽവിൻ്റെ ആണ്. ആഹാ, അടിപൊളി. എന്നിട്ട് അവൻ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, അന്ന് ബസ്സിൽ നടന്നതെല്ലാം അവൻ മനഃപൂർവ്വം ചെയ്തതല്ല. സ്കൂൾ സമയം ആയതുകൊണ്ട് ബസ്സിലെ തിക്കും തിരക്കിലും ഡ്രൈവറുടെ പെട്ടെന്നുള്ള ബ്രേക്ക് ചവിട്ടലിലും ഒക്കെയായി സംഭവിച്ചതാണെന്നാണ് പറഞ്ഞത്. ഞാൻ അന്നേ പറഞ്ഞില്ലേ അവൻ അങ്ങനെയുള്ള പയ്യനല്ലെന്ന്. എന്നാലും അപ്പോഴേക്കും അടുത്ത ക്ലാസ് തുടങ്ങാൻ ബെൽ മുഴങ്ങി. ഇന്നത്തെ ദിവസം ആര്യാദയ്ക്ക് ക്ലാസ് എടുക്കാൻ വലിയ മൂഡില്ലായിരുന്നു. ഇന്നലെ അവൻ പറഞ്ഞത് മുഴുവൻ സത്യമാണെങ്കിൽ തെറ്റുപറ്റിയത് തനിക്കല്ലേ? ഇനി കള്ളമാണെങ്കിലോ? അവൻ ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ? ഏയ്, ഉണ്ടെങ്കിൽ എനിക്കിവിടെ താമസിക്കാൻ അനുവാദം തരില്ലല്ലോ. അപ്പോൾ ഇന്ന് സംഭവിച്ചതോ? എന്നെ കുട്ടികളുടെ ഇടയിൽ കൊച്ചാക്കാനല്ലേ ബോർഡിൽ പ്രോബ്ലം ചെയ്തത്? എൽവിൻ്റെ സ്വഭാവം എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ദിവസങ്ങൾ കടന്നുപോയി. ഇതിൻ്റെ ഇടയിൽ ആരാധ്യ എൽവിൻ്റെ അമ്മയുമായി നല്ലപോലെ അടുത്തു. എൽവിൻ ആരാധ്യയെ ഇംപ്രസ് ചെയ്യാൻ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ആരാധ്യ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല. ഇന്നാണ് കോളേജിൽ ഓണപ്പരിപാടി. പെൺപിള്ളേരെല്ലാവരും സാരിയിൽ അണിഞ്ഞൊരുങ്ങിയെത്തി. നിഖിൽ ഒന്നിനെയും വെറുതെ വിടാതെ എല്ലാവരെയും കണ്ണുകൊണ്ട് അളവെടുപ്പ് നടത്തി. നോക്കളിയ, ഇതുവരെ കണ്ടതൊന്നുമല്ല, ഇവളുടെ അഴകെന്നെ കൊല്ലുക. വാരണായിരം സൂര്യയെപ്പോലെ നെഞ്ചിലിടിച്ച് നിഖിൽ പറഞ്ഞു. എന്താ സംഭവമെന്ന് അൻവറും എൽവിനും നിഖിൽ നോക്കിയ സ്ഥലത്തേക്ക് നോക്കി. പ്രേമ സിനിമയിൽ സായി പല്ലവി ഓണത്തിന് കോളേജിൽ വരുന്ന പോലെ സെറ്റ് സാരി ഉടുത്ത് ഇടതൂർന്ന മുടി ഒരു സൈഡിലേക്കിട്ട് ചന്ദനവും തൊട്ട് ക്ലാസ്സിലേക്ക് ആരാധ്യ കടന്നു. മിസ്സിനെ കാണാൻ എന്ത് ഐശ്വര്യമാണല്ലേ? അൻവറും കണ്ണെടുക്കാതെ പറഞ്ഞു. പിള്ളേരെ, അത്തപ്പൂക്കളത്തിന് നമുക്ക് ഫസ്റ്റ് അടിക്കണം കേട്ടോ, പൂക്കളം ഇടുന്ന കുട്ടികളോട് ആരാധ്യ പറഞ്ഞു. മിസ്സേ, ഹാപ്പി ഓണം. എല്ലാവർക്കും ഓണാശംസകൾ. പുഞ്ചിരിയോടെ ആരാധ്യ എല്ലാവരെയും നോക്കി പറഞ്ഞു. കൂട്ടത്തിൽ എന്നെയും ഒന്ന് നോക്കി. ഞാൻ വലിയ മൈൻഡ് കൊടുക്കാൻ നിന്നില്ല. അത്തപ്പൂക്കള മത്സരത്തിൻ്റെ വിധികർത്താക്കളിൽ ഒരാൾ ആരാധ്യ ആയിരുന്നു. അതുകൊണ്ടല്ല കേട്ടോ നമുക്ക് ഫസ്റ്റ് കിട്ടിയത്, നല്ലപോലെ പണിയെടുത്തത് കൊണ്ടാണ്. ഞാനും നിഖിലും സദ്യയ്ക്ക് ശേഷം 2 അടിക്കാനുള്ള സ്കീം ഉണ്ടാക്കുമ്പോഴാണ് അൻവർ ഓടിപ്പിടച്ച് ഞങ്ങളുടെ അടിയിലേക്ക് വരുന്നത്. നിങ്ങൾ അറിഞ്ഞായിരുന്നോ? കിതച്ചോണ്ട് അൻവർ ചോദിച്ചു. കല്യാൺ സിൽക്കിൽ ആഡീസിയിൽ തുടങ്ങിയതാണോ? നിനക്ക് എങ്ങനെയാടാവേ ഇതിനൊക്കെ സാധിക്കുന്നേ? വളിപ്പടിച്ച നിഖിലിനെ നോക്കി ചോദിച്ചു. മറ്റേ ക്ലാസ്സിൽ ആരോമലില്ലേ, അവരെ അത്തപ്പൂക്കള മത്സരത്തിന് മനഃപൂർവ്വം തോൽപ്പിച്ച് സ്വന്തം ക്ലാസ് ആയതുകൊണ്ടാണ് നമ്മളെ ജയിപ്പിച്ചതെന്ന് പറഞ്ഞ് ആരാധ്യ മിസ്സിനോട് വഴക്കുണ്ടാക്കി. എന്നിട്ട് മിസ്സ് തിരിച്ചു എന്തൊക്കെയോ പറഞ്ഞു. വഴക്കായി അവസാനം മിസ്സിൻ്റെ കൈക്ക് കയറി പിടിച്ചു. അത് മിസ്സിന് വല്ലാത്ത വിഷമമായെന്ന് തോന്നുന്നു. കരഞ്ഞോണ്ടാ തിരിച്ചു പോയേ. നിന്നോടിതൊക്കെ ആരാ പറഞ്ഞേ? സത്യാവസ്ഥ അറിയാനായി ഞാൻ ചോദിച്ചു. ഞാൻ നേരിൽ കണ്ടതാ, പാവം മിസ്സ് ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു, വിഷമത്തോടെ അൻവർ പറഞ്ഞു. നമ്മളെ മിസ്സിനെ കരയിക്കാറായോ അവൻ? ഞാൻ മുന്നും പിന്നും നോക്കാതെ അവൻ്റെ അടുത്തേക്ക് പോയി. നീ ഇങ്ങനെ കരയില്ലേ? സ്റ്റാഫ് മുറിയിലിരുന്ന് ഏങ്ങി കരയുന്ന ആരാധ്യയെ ലക്ഷ്മി സമാധാനിപ്പിക്കാൻ നോക്കി. എന്നാലും ഞാൻ അവരെയൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചറല്ലേ? സങ്കടം സഹിക്കാൻ വയ്യാതെ ആരാധ്യ ഓരോന്ന് പറഞ്ഞു. നീ കണ്ണൊക്കെ തുടച്ചേ, എന്നിട്ട് വാ, നമുക്ക് പ്രിൻസിക്ക് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാം. ലക്ഷ്മി കയ്യിലെ കർച്ചീഫ് കൊടുത്തു. പ്യൂൺ പെട്ടെന്ന് സ്റ്റാഫ് മുറിയിലേക്ക് കയറി വന്നു. ആരാധ്യ മിസ്സേ,
പ്രിൻസിപ്പൽ ഓഫീസിലേക്കൊന്ന് ചെല്ലാൻ പറഞ്ഞു. പിന്നെ ലക്ഷ്മി മിസ്സിനെ നവീൻ സാറ് വിളിക്കുന്നു, വടംവലിയുടെ എന്തോ ലിസ്റ്റ് തയ്യാറാക്കാൻ. ഇത്രമാത്രം പറഞ്ഞ് പ്യൂൺ ചേട്ടൻ ഇറങ്ങിപ്പോയി. എന്തായാലും നീ പ്രിൻസിയുടെ അടുത്തേക്ക് ചെല്ല്, ഞാൻ പറഞ്ഞ പോലെ കംപ്ലൈൻറ്റ് കൊടുക്ക്. ഞാൻ ഒന്ന് ഗ്രൗണ്ടിലേക്ക് ചെല്ലട്ടെ. ലക്ഷ്മി മിസ്സ് ആരാധ്യയെ പ്രിൻസിയുടെ മുറിയിലേക്ക് പറഞ്ഞയച്ചിട്ട് ഗ്രൗണ്ടിലേക്ക് പോയി. പ്രിൻസിയുടെ ഓഫീസിലെത്തിയപ്പോൾ കാണുന്നത് എൽവിനെയാണ്. ഒപ്പം തൻ്റെ കൈക്ക് കയറി പിടിച്ച ആരോമലും ഉണ്ട്. അവൻ്റെ മുഖത്ത് ഇടികൊണ്ട് ചതഞ്ഞ പാടുകൾ കാണാം. കൂടെ അവൻ്റെ ക്ലാസ് ട്യൂട്ടറും. ഇവൻ മിസ്സിൻ്റെ ക്ലാസ്സിലല്ലേ? എൽവിനെ ചൂണ്ടി ചോദിച്ചു. അതെ സാർ, എന്താ പ്രശ്നം? കണ്ടില്ലേ എന്താ ഇവൻ കാണിച്ചു വെച്ചേക്കുന്നതെന്ന് ആരോമലിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എൽവിൻ, എന്തിനാ നീ ഇവനെ ഇടിച്ചത്? പ്രിൻസി വിചാരണ ആരംഭിച്ചു. സർ, ഞാൻ ഇവരുടെ ക്ലാസ്സിൻ്റെ അടുത്തൂടെ പോയപ്പോൾ ഇവൻ അവിടെ നിന്ന് മദ്യപിക്കുന്നത് കണ്ടു. ഞാൻ അതേപ്പറ്റി ചോദിച്ചപ്പോൾ എന്നെ തല്ലാൻ നോക്കി, അതാ ഞാൻ തിരികെ ഇടിച്ചത്. നിഷ്കളങ്ക ഭാവത്തിൽ എൽവിൻ പറഞ്ഞു. പച്ചക്കള്ളാണ് സാർ ഇവൻ പറയുന്നത്. ഞാൻ അവിടെ വെറുതെ നിന്നപ്പോൾ ചുമ്മാ വന്നെന്നെ ഇടിക്കായിരുന്നു. ചുമ്മാ ഇടിക്കാൻ എനിക്ക് വട്ടുണ്ടോ? എൻ്റെ മെക്കിട്ട് കയറിയിട്ടാണ് ഞാൻ ഇടിച്ചേ. രണ്ടുപേരുടെയും ഭാഗം കേട്ട ടീച്ചർമാർക്കും പ്രിൻസിക്കും ആരാ കള്ളം പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആരോമൽ, താൻ മദ്യപിച്ചിട്ടുണ്ടോ? പ്രിൻസി ചോദിച്ചു. അത് സർ. ആരോമൽ മുഖം കുനിച്ചു. ഹൗ ഡെയർ യു! നിനക്കെൻ്റെ കോളേജിൽ മദ്യപിക്കാൻ എങ്ങനെ തോന്നി? കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റ് പ്രിൻസി അലറി. എൽവിൻ, തനിക്ക് വല്ല പരാതി ഉണ്ടെങ്കിൽ എന്നോട് വേണം പറയാൻ, അല്ലാതെ തല്ലുണ്ടാക്കിയല്ല വേണ്ടത്. ഇവരെ വെറുതെ വിട്ടാൽ പറ്റില്ല. സസ്പെൻഷൻ കൊടുത്ത് വീട്ടിലിരുത്തിയാലേ പഠിക്കുള്ളൂ. പ്രിൻസി ദേഷ്യത്തിൽ പറഞ്ഞു. സാർ പ്ലീസ് സാർ, തവണത്തേക്ക് ക്ഷമിക്കണം സാർ. ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഞാനും ആരോമലിൻ്റെ ട്യൂട്ടറും പ്രിൻസിയോട് കെഞ്ചി. നല്ലൊരു ദിവസം ആയതുകൊണ്ടും നിങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞതുകൊണ്ടും ഇത്തവണ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇനി എന്തെങ്കിലും കേസിൽ നിങ്ങൾ എൻ്റെ മുമ്പിൽ വന്ന് പെട്ടാൽ ഈ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യില്ല. വാണിംഗും തന്ന് പ്രിൻസി ഞങ്ങളെ പറഞ്ഞു വിട്ടു. എൽവിൻ, എനിക്ക് മുന്നേ പോകുന്ന എൽവിനെ ഞാൻ അവിടെ വിളിച്ചു നിർത്തി. പ്രിൻസിയുടെ മുന്നിൽ എന്നെ നാണം കെടുത്തിയപ്പോൾ നിനക്ക് മതിയായല്ലോ. ഞാൻ എൽവിനോട് ചൂടായി. താൻ പഠിപ്പിക്കുന്ന ചെറുക്കൻ്റെ കയ്യിൽ നിന്നും വഴക്ക് കേട്ട് കരഞ്ഞുകൊണ്ട് വന്നതിൻ്റെ അത്ര നാണക്കേടില്ല. ഞാൻ ഞെട്ടിത്തരിച്ച് നിന്നുപോയി. കയ്യിലെ മുറിവ് ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ. മരുന്ന് വല്ലതും പുരട്ടാൻ നോക്ക്. ആരോമൽ കൈക്ക് കയറി പിടിച്ചപ്പോൾ കുപ്പിവള പൊട്ടിയുണ്ടായ മുറിവ് നോക്കി എൽവിൻ പറഞ്ഞിട്ട് മുന്നിലേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോൾ ആരോമൽ പറഞ്ഞതാണോ സത്യം? എനിക്ക് വേണ്ടിയാണോ ഇവൻ ആരോമലിനെ ഇടിച്ചത്? അതെ. മുന്നിലേക്ക് രണ്ടടി വെച്ച് എൽവിൻ തിരിഞ്ഞ് ആരാധ്യയെ വിളിച്ചു. ചിന്തയിലായിരുന്ന ആരാധ്യ പെട്ടെന്ന് ഞെട്ടി അവനെ നോക്കി. ഇന്ന് കാണാൻ കുറച്ച് മെനയൊക്കെ ഉണ്ട്. വെറുതെ കരഞ്ഞുള്ള സൗന്ദര്യം കളയണ്ട. എൽവിൻ അതും പറഞ്ഞ് തിരിഞ്ഞു നടന്നു. അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം ബാക്കിയുള്ള ദിവസം ഞാൻ സുന്ദരിയല്ല എന്നല്ലേ? എൽവിൻ പറഞ്ഞതിൻ്റെ കുശുമ്പ് കൊണ്ട് ആരാധ്യ സ്റ്റാഫ് മുറിയിൽ പോയി. എന്തായടാ? തങ്ങളുടെ അടുത്തേക്ക് എത്തിയ എൽവിനോട് അൻവർ ചോദിച്ചു. അവന് കണക്കിന് കൊടുത്തിട്ടുണ്ട്. നിഖിൽ നീട്ടിയ പെക്ക് ഒറ്റ വലിക്ക് അകത്താക്കിക്കൊണ്ട് പറഞ്ഞു. പ്രിൻസിയുടെ അടുത്ത് നിന്ന് എങ്ങനെ പോന്നു? അൻവർ ചോദിച്ചു. സത്യം പറയാലോ അളിയ, ഞാൻ 2 വീശിയിട്ട് പോയിരുന്നെങ്കിൽ പെട്ടേനെ. ഞാൻ അവനിട്ട് 2 കൊടുത്തപ്പോഴേ മച്ചാൻ വെള്ളത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ പ്രിൻസിയോട് അത് വെച്ചൊരു കഥ അങ്ങ് കാച്ചി. പ്രിൻസി മണ്ടൻ, ഫ്ലാറ്റ്. അപ്പോൾ മിസ്സിനോട് നിനക്ക് ശരിക്കും ഇഷ്ടമൊക്കെ ഉണ്ടല്ലേ? അൻവർ ചോദിച്ചു. ഇഷ്ടം എനിക്ക്, അതും അവളോട്. അടുത്ത പിക്കടിച്ചു. പകയാ എനിക്ക് അവളോട്, തീരാത്ത പക. അപ്പോൾ നീ ഇന്ന് മിസ്സിന് വേണ്ടി അടി ഉണ്ടാക്കിയതോ? ഇതൊക്കെ എൻ്റെ പ്ലാനിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ അവൾക്ക് എന്നോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടായി കാണും. പയ്യെ അവൾ എൻ്റെ വലയിൽ വീഴും. എത്ര കാലം കഴിഞ്ഞാലും എൻ്റെ പക മാറില്ല. നിങ്ങൾ കണ്ടോ? അടുത്ത പെഗ് അടിച്ച് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിൽ കയറാനുള്ളത് കൊണ്ട് എൽവിൻ 4 പെഗിൽ നിർത്തി. കോളേജിൽ വടംവലി നടക്കുന്നുണ്ട്. അത് കണ്ടിട്ടും വലിയ കാര്യമില്ലാത്തത് കൊണ്ട് വീട്ടിലേക്ക് പോയി. മമ്മി കാണാതെ റൂമിൽ പോയി കട്ടിലിലേക്ക് മറിഞ്ഞു. എന്തിനാടി ചുമ്മാ ഇരുന്ന് ചിരിക്കുന്നേ? സ്റ്റാഫ് മുറിയിലേക്ക് തിരിച്ചെത്തിയ ലക്ഷ്മി കാണുന്നത് എന്തോ ഓർത്ത് ചിരിക്കുന്ന ആരാധ്യയാണ്. ഏയ് ഒന്നുമില്ല ചേച്ചി.
ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഇവിടെ ഇരുന്ന് മോങ്ങുമായിരുന്നല്ലോ. ഇപ്പോൾ എന്നെപ്പറ്റി പ്രിൻസിക്ക് കംപ്ലൈൻറ്റ് കൊടുത്തോ? അതിൻ്റെ ആവശ്യം വന്നില്ല. അവന് കിട്ടാനുള്ളതൊക്കെ കിട്ടി. എന്തൊക്കെയാ പെണ്ണേ നീ പറയുന്നേ? മനുഷ്യന് മനസ്സിലാവുന്ന പോലെ പറയൂ. എന്നെ കരയിപ്പിച്ചതിന് അവന് നല്ല ഇടി കിട്ടി. സന്തോഷത്തോടെ ആരാധ്യ പറഞ്ഞു. ഇടി കിട്ടിയെന്നോ? ആരിടിച്ചെന്നാ? എൽവിൻ. അവനോ? അതിന് നിന്റെ കാര്യം അവനെങ്ങനെ അറിഞ്ഞു? അതൊന്നും എനിക്കറിയില്ല. ഓ, എന്തായാലും നന്നായി. നീ ഹാപ്പി ആയല്ലോ, അത് മതി. എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ? ലക്ഷ്മി ബാഗ് എടുത്ത് ആരാധ്യയോട് ചോദിച്ചു. അവളും ബാഗ് എടുത്ത് നടന്നു. ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന വഴി എൽവിൻ്റെ ബൈക്ക് അവിടെ ഉണ്ടോ എന്ന് നോക്കി. പക്ഷേ കണ്ടില്ല. ചിലപ്പോൾ വീട്ടിൽ പോയി കാണും. നീ ആരെയാ നോക്കുന്നേ? ലക്ഷ്മി ടീച്ചർ ചോദിച്ചു. ഒന്നുമില്ല ചേച്ചി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. എന്നെ കാണാൻ ബോറാണോ? അത്രയ്ക്ക് ബോറൊന്നുമല്ല. അപ്പോൾ എന്തോ കുഴപ്പം ഉണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം? ഈ പെണ്ണിനെ കൊണ്ട്. നീ സുന്ദരിയാ പോരെ? അല്ല, ആരെങ്കിലും വല്ലതും പറഞ്ഞോ? ഇല്ല, ഞാൻ ചെറിയ പതർച്ചയോടെ പറഞ്ഞു. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. വേഗം നടക്ക്, നിനക്കിന്ന് നാട്ടിൽ പോണ്ടേ? അയ്യോ, ഞാൻ ആ കാര്യം വിട്ടുപോയി. വാ, നമുക്ക് വേഗം പോകാം. ആരാധ്യ പെട്ടെന്ന് തന്നെ കിട്ടിയ ബസ്സിൽ കയറി വീട്ടിലേക്ക് പോയി. കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ബാഗിൽ ഡ്രസ്സ് പാക്ക് ചെയ്ത് വീട് പൂട്ടി ഇറങ്ങി. താക്കോൽ എൽവിൻ്റെ മമ്മിയെ ഏൽപ്പിക്കാൻ അവരുടെ വീട്ടിലേക്ക് ചെന്നു. എൽവിൻ്റെ ബൈക്ക് വീട്ടുമുറ്റത്ത് തന്നെയുണ്ട്. അമ്മേ, അമ്മേ. തുറന്നു കിടന്ന വാതിൽ വഴി അകത്തേക്ക് നോക്കി വിളിച്ചു. മോൾ ഇറങ്ങിയോ? ഉമ്മറത്തെത്തിയ അമ്മ ചോദിച്ചു. അമ്മേ, ഞാൻ ഇറങ്ങുമോ? എപ്പോഴാ ബസ്? 6 മണിക്കാണ് ബസ്. അയ്യോ, ഇപ്പം തന്നെ വൈകിയല്ലോ. മോൾ എങ്ങനെ ടൗണിലെത്തും? അത് ഞാനൊരു ഓട്ടോ പിടിച്ച് പൊക്കോളാം. ഈ സമയത്ത് ഓട്ടോ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ എൽവിനോട് പറയാം, അവൻ മോളെ ടൗണിൽ കൊണ്ടാക്കും. അയ്യോ, അതൊന്നും വേണ്ട. ആരാധ്യ തടയാൻ നോക്കി. എന്നാൽ അമ്മ അകത്ത് പോയി ഉറങ്ങിക്കിടന്ന് എൽവിനെ വിളിച്ചോണ്ട് വന്നു. അവൻ ടീച്ചറെയും കൊണ്ട് ബൈക്കിൽ ടൗണിലേക്ക് പുറപ്പെട്ടു. താങ്ക്സ്. ബൈക്കിൻ്റെ പുറകിലിരുന്ന് ആരാധ്യ എൽവിനോട് പറഞ്ഞു. എന്തിന്? എല്ലാത്തിനും. നന്ദിയൊക്കെ ഇൻറ്റേർണൽ മാർക്കിൽ കാണിക്കണേ മിസ്സേ. ചെറുതായി തിരിഞ്ഞ് ആരാധ്യയെ നോക്കി ചിരിച്ചു. അവളുടെ ചുണ്ടിലും അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ബൈക്കിൽ വന്നതുകൊണ്ട് തന്നെ ടൗണിൽ നേരത്തെ എത്തി. ബുക്ക് ചെയ്ത ബസ് വരാൻ ഇനിയും 15 മിനിറ്റ് എടുക്കും. ബസ് വരാൻ ഇനിയും ലേറ്റ് ആവും. എൽവിൻ പൊക്കോളൂ. തന്നെ ഡ്രോപ്പ് ചെയ്ത ശേഷം ബൈക്കിൽ നിന്നും ഇറങ്ങുന്ന എൽവിനെ നോക്കി പറഞ്ഞു. മിസ്സിനെ ബസ് കയറ്റി വിട്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഞാൻ കാരണം എൽവിന് ബുദ്ധിമുട്ടായല്ലേ? അതെ. എൽവിൻ അങ്ങനെ പറയുമെന്ന് ആരാധ്യ വിചാരിച്ചില്ല. അവൾക്കത് നല്ല വിഷമമുണ്ടാക്കി. മുഖത്തും അത് പ്രതിഫലിച്ചു. എന്നാൽ പിന്നെ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടാതെ എൽവിന് പൊയ്ക്കൂടെ? ഉള്ളിലെ വിഷമം മുഴുവൻ ആ വാക്കുകളിലുണ്ടായിരുന്നു. മിസ്സേ, ഞാൻ മിസ്സിനെ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഇതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. മിസ് ഇപ്പോഴും എന്നെ ആ പഴയ കണ്ണിലൂടെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് തൊട്ടടുത്ത വീട്ടിൽ താമസിച്ചിട്ടും മിസ് എന്നെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത്. ഇല്ലാത്ത വിഷമം അഭിനയിച്ച് എൽവിൻ പറഞ്ഞു. എൽവിനെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല. അപ്പോഴേക്കും അവളുടെ ബസ് വന്നു. ആരാധ്യ ബസ്സിൽ കയറി. ബസ് എടുക്കാൻ നേരം എൽവിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൈ ഉയർത്തി ബബായ് പറഞ്ഞു. എൽവിൻ താൻ വിചാരിക്കുന്ന പോലെ ആരാധ്യ തൻ്റെ വലയിൽ പതിയെ പതിയെ വീഴുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ വളരെ പെട്ടെന്ന് കടന്നുപോയി. എൽവിൻ തൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചെങ്കിലും ഫ്രണ്ട്ഷിപ്പ് എന്നതിലുപരി ഒരു ബന്ധത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. കോളേജ് പഠനം പൂർത്തിയാക്കി എൽവിൻ പപ്പയെ സഹായിക്കാൻ തൻ്റെ കമ്പനിയിൽ കയറി. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പപ്പയുടെ സുഹൃത്തും കമ്പനിയിലെ സഹായിയുമായ ജേക്കബിൻ്റെ സഹായത്തോടെ കാര്യങ്ങളെല്ലാം പഠിച്ചു. ഇപ്പോൾ കമ്പനി നോക്കി നടത്തുന്നത് എൽവിനാണ്. ആരാധ്യ ഇപ്പോഴും ഔട്ട് ഹൗസിൽ തന്നെയാണ് താമസം. ഒരു ശനിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് മമ്മി ആരാധ്യയെ കാണാൻ ഔട്ട് ഹൗസിലേക്ക് പോയി. മോളെ,
സിറ്റ് ഔട്ടിലിരുന്ന് ഫോൺ ചെയ്യുന്ന ആരാധ്യയെ മമ്മി വിളിച്ചു. ആ അമ്മേ, ഞാനിപ്പോൾ വിളിക്കാം. അത് പറഞ്ഞ് ഫോൺ വെച്ച് കണ്ണൊന്ന് തുടച്ചു. എന്താ അമ്മേ പതിവില്ലാതെ ഇതുവഴി? എൽവിൻ്റെ മമ്മിയെ ഉമ്മറത്തേക്ക് വരവേറ്റുകൊണ്ട് ആരാധ്യ ചോദിച്ചു. ഓ, ഒന്നുമില്ല മോളെ, ചുമ്മാ പോന്നതാ. ഉമ്മറത്തെ കസേരയിൽ ഇരുന്നു കൊണ്ട് അമ്മ പറഞ്ഞു. എന്താ മോളുടെ മുഖം വല്ലാതെ ഇരിക്കുന്നത്? മോള് കരയുകയായിരുന്നോ? ഏയ്, അങ്ങനെയൊന്നും ഇല്ലമ്മേ. വീട്ടിലെ ഓരോ കാര്യങ്ങൾ. ഒന്നുകൂടി കണ്ണീരൊപ്പി അവൾ പറഞ്ഞു. മോൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണേ പറയണ്ട. അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലമ്മേ. ആരാധ്യ വിചാരിച്ചു ആരോടെങ്കിലും ഉള്ളു തുറന്ന് സംസാരിച്ചാൽ ഒരാശ്വാസം കിട്ടുമെന്ന്. മോളെ, അമ്മയുടെ വിളി ആരാധ്യയെ ചിന്തകളിൽ നിന്നും ഉയർത്തി. ഒരു ഗ്രാമത്തിൽ ഒരു ചെറിയ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ ജനിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചു. എൻ്റെ 10ാമത്തെ വയസ്സ് വരെ വളരെ കഷ്ടപ്പെട്ട അമ്മ എന്നെ വളർത്തിയേ. ഒരു സ്ത്രീ ഒറ്റയ്ക്കൊരു പെൺകുട്ടിയെയും കൊണ്ട് കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന ചീത്തപ്പേരും അപമാനവും അമ്മയ്ക്കറിയാമല്ലോ. മമ്മിയെ നോക്കി ചോദിച്ചു. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കുറ്റപ്പെടുത്തലും കുത്തുവാക്കുകളും സഹിക്കവയ്യാതെ അമ്മ 2ാമതൊരു വിവാഹം കഴിച്ചു. എനിക്കും അതിൽ സന്തോഷമായിരുന്നു. എത്രയെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി അമ്മ കഷ്ടപ്പെടുന്നത്. കല്യാണം കഴിഞ്ഞ് ആദ്യം 3-4 വർഷം നല്ല രീതിയിലാണ് പോയത്. പുള്ളിക്ക് തട്ടിൻ്റെ പണിയായിരുന്നു. എന്നോടും നല്ല കാര്യമായിരുന്നു. എനിക്കും എൻ്റെ സ്വന്തം അച്ഛനെ പോലെയായി. പോകെ പോകെ അതിന് മാറ്റം വന്നു. പുള്ളിയുടെ അടുത്ത് പണിക്കായി പുതിയൊരാൾ വന്നു. അവിടെ മുതൽ ഞങ്ങളുടെ ജീവിതം മാറി. ആ സമയങ്ങളിൽ അച്ഛൻ പണി കഴിഞ്ഞ് ചെറുതായി മദ്യപിച്ച് വീട്ടിൽ വരാൻ തുടങ്ങി. ശരീരം അനങ്ങുന്ന പണിക്കല്ലേ പോകുന്നേ. അതുകൊണ്ട് കുടിക്കുന്നതിൽ വലിയ കുഴപ്പം തോന്നിയില്ല. എന്നാൽ പതിയെ പതിയെ കുടിക്കുന്ന അളവ് കൂടി. പിന്നെ കൂടെ പണി ചെയ്യുന്ന അവനെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് അവിടെ ഇരുന്ന് കുടിക്കാൻ ആരംഭിച്ചു. ഞാനും അമ്മയും ഇതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതിനെല്ലാം അനുഭവിച്ചത് എൻ്റെ അമ്മയാണ്. ഇപ്പോഴും ഉണ്ട് അമ്മയുടെ ശരീരത്തിൽ ആ പാടുകൾ. കരയാൻ തുടങ്ങുന്ന ആരാധ്യയെ മമ്മി സമാധാനിപ്പിച്ചു. ഒരു ദിവസം +2 പരീക്ഷയ്ക്ക് ഞാൻ വീട്ടിലിരുന്ന് പഠിക്കുകയായിരുന്നു. അമ്മ അമ്പലത്തിൽ പോയിരുന്നു. എന്നത്തെയും പോലെ അന്നും അച്ഛനും അയാളും വീട്ടിലിരുന്ന് മദ്യപിക്കാൻ തുടങ്ങി. ഞാൻ അതൊന്നും വിലക്കെടുക്കാൻ നിന്നില്ല. പഠിച്ചുകൊണ്ടിരുന്ന എൻ്റെ മുറിയിലേക്ക് അയാൾ വന്ന് എന്നെ കയറി പിടിക്കാൻ നോക്കി. കറക്റ്റ് സമയത്തിന് അമ്മ വന്നില്ലെങ്കിൽ വീണ്ടും മേങ്ങലടിച്ച് കരഞ്ഞു. കരയാതെ മോളെ. അവളെ തൻ്റെ തോളിലേക്ക് ചായ്ച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ആ സംഭവത്തെ ചൊല്ലി അച്ഛനും അമ്മയുമായി വഴക്കുണ്ടായി. അപ്പോൾ അച്ഛൻ പറയുക, അവൻ കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ കൂടെ കിടന്നു എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ലെന്ന്. എന്നേക്കാൾ 10-15 വയസ്സ് കൂടുതലുള്ള ആൾക്ക് എന്നെ കെട്ടണമെന്ന്. അത് കേട്ടപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. ഇനിയും അവിടെ നിന്നാൽ എൻ്റെ ജീവിതം തുലയുമെന്ന് പറഞ്ഞ് ഒരു ബന്ധുവീട്ടിൽ വിട്ട് ബാക്കി പഠിപ്പിച്ചു. അമ്മയെ ആ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് ഈ ജോലി നേടി. എന്നാൽ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അവൾ പൊട്ടിക്കരഞ്ഞു. മോൾ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവാ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ഞാൻ അമ്മയോട് ഒരുപാട് പറഞ്ഞതാ എൻ്റെ കൂടെ വരാൻ. എൻ്റെ കൂടെ വന്ന് വെറുതെ എൻ്റെ ജീവിതം കൂടി നശിപ്പിക്കണ്ട എന്ന അമ്മ പറയുന്നേ. കഴിഞ്ഞ തവണ ഞാൻ വീട്ടിൽ പോയപ്പോഴും അയാൾ വന്നിരുന്നു എന്നെ കെട്ടണമെന്ന്. എനിക്ക് വെറുപ്പ് അയാളോട്. ഇന്നും വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കി. അത് പറയാനാ അമ്മ വിളിച്ച്. കരഞ്ഞുകൊണ്ട് അവളുടെ വിഷമം പറഞ്ഞു. ചിരിച്ച് കളിച്ച് നടക്കുന്ന മോളെ കണ്ടാൽ പറയില്ല ഇത്രയും വിഷമം ഉള്ളിൽ കൊണ്ട് നടക്കുന്നു എന്ന്. ആരാധ്യ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. നാളെ ദൂരെ എൻ്റെ ബന്ധുവിൻ്റെ ഒരു കല്യാണമുണ്ട്. ഞങ്ങളെല്ലാവരും വളരെ രാവിലെ പോകും. അത് മോളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നേ. ഞങ്ങൾ പോയിട്ട് വരട്ടെ. ഇച്ചായനോട് മോളുടെ കാര്യം സംസാരിക്കാം. അയ്യോ, അതൊന്നും വേണ്ട. സാറിനോടൊന്നും പറയണ്ട. നിങ്ങൾക്ക് വെറുതെ ബുദ്ധിമുട്ടാവും. നിന്നെ ഞങ്ങൾ സ്വന്തം മോളെ പോലെയാണ് കാണുന്നത്. ഞങ്ങൾ പോയിട്ട് വന്നിട്ട് ഇതിനൊരു തീരുമാനം എടുക്കും. ആരാധ്യയ്ക്ക് ആ ഒരു ഉറപ്പ് നൽകി അവളെ ആശ്വസിപ്പിച്ചതിന് ശേഷം വീട്ടിലേക്ക് പോയി.
പിറ്റേന്ന് നേരം പുലരും മുമ്പ് തന്നെ പപ്പയും അമ്മയും കൂട്ടി എൽവിൻ തൻ്റെ ബന്ധുവിൻ്റെ കല്യാണത്തിന് പുറപ്പെട്ടു. നല്ല ദൂരം ഉള്ളത് കൊണ്ട് തന്നെ പപ്പയും മോനും മാറി മാറിയാണ് വണ്ടി ഓടിച്ചത്. കല്യാണം വളരെ ഗംഭീരമായി തന്നെ നടന്നു. കല്യാണത്തിന് ശേഷം റിസപ്ഷൻ നിൽക്കുമ്പോഴാണ് എൽവിൻ ഒരു കോള് വരുന്നത്. ജേക്കബ് അങ്കിളെ പറഞ്ഞോ. മോനെ, നമ്മുടെ പുതിയ പ്രൊജക്റ്റിൽ അവർക്ക് എന്തോ ചില ഡൗട്ട്. അതെങ്ങനെ ശരിയാവും? നമ്മളെല്ലാം ക്ലിയർ ചെയ്തല്ലേ അങ്കിൾ. അതെന്താണെന്ന് എനിക്കും അറിയില്ല. നാളത്തേക്ക് അവരൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അയ്യോ, ഞാൻ നാളെ ലീവാണ്. പോരാത്തതിന് നല്ല ദൂരെയാണ് നിൽക്കുന്നത്. അതെനിക്കറിയാടാ. നാളെ മീറ്റിംഗ് നടന്നില്ലെങ്കിൽ പ്രൊജക്റ്റ് നമ്മുടെ കൈവിട്ടു പോവും. ഷോ, ഇത് വല്ലാത്ത അവസ്ഥയായല്ലോ. ഞാനൊന്ന് നോക്കട്ടെ അങ്കിളെ, ഇപ്പോൾ വിളിക്കാം. ഫോൺ വെച്ചതിന് ശേഷം അവനൊന്ന് ആലോചിച്ചു. പപ്പയും അമ്മയും ഇവിടെ ആക്കിയിട്ട് പോവാം. അവർക്ക് നാളെ വേറൊരു വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. പപ്പ, നാളെ എനിക്കൊരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്, പോയേ പറ്റൂ. പാർട്ടിയിൽ എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരുന്ന മമ്മിയെയും പപ്പയെയും മാറ്റി നിർത്തി സംസാരിച്ചു. നീ നാളെ ലീവല്ലേ? പപ്പ ചോദിച്ചു. പുതിയ പ്രൊജക്റ്റിൻ്റെ ചില പ്രോബ്ലംസ്. നാളെ ഓഫീസിലെത്തിയേ പറ്റൂ. ഞാൻ എന്തായാലും ഇറങ്ങാം. നിങ്ങൾ നാളെ വന്നാൽ മതി. ഞാനൊരു കാർ അറേഞ്ച് ചെയ്ത് തരാം. എൽവിൻ കാര്യങ്ങളെല്ലാം വിശദമാക്കി. നീ ഇല്ലാതെ ഞങ്ങളിവിടെ എന്ത് ചെയ്യാനാ? പോരാത്തതിന് നാളെ വേറെ കാർ അറേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ? ഞങ്ങൾ കൂടി നിൻ്റെ കൂടെ വരാം, മമ്മി പറഞ്ഞു. ഞാൻ അധികം തർക്കിക്കാൻ നിൽക്കാതെ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. ഇന്ന് രാവിലെ മുതൽ വണ്ടി ഓടുകയല്ലേ, നീ ക്ഷീണിച്ചു കാണും. വേറെ ഡ്രൈവറെ വിളിച്ചാലോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല പപ്പ, ഞാൻ ഓക്കെയാണ്. ഇപ്പോൾ തന്നെ വൈകി. ഇനിയും താമസിച്ചാൽ വീടെത്തുമ്പോൾ ഒരു സമയമാവും. ആർ യു ഷുവർ? പപ്പയുടെ ചോദ്യത്തിന് ഞാൻ ഉറപ്പ് നൽകി. ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. രാത്രി ആയതുകൊണ്ട് തന്നെ എതിരെ വരുന്ന വണ്ടികളെല്ലാം ബ്രൈറ്റ് അടിച്ചുകൊണ്ടാണ് വരുന്നത്. ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് യാത്ര തുടർന്നു. മമ്മിയുടെ മുഖം എന്താ വല്ലാതെ ഇരിക്കുന്നേ? പുറത്തേക്ക് നോക്കിയിരിക്കുന്ന മമ്മിയെ നോക്കി ഞാൻ ചോദിച്ചു. ഞാൻ ആരാധ്യയുടെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിരുന്നതാ. മിസ്സിനെന്താ പ്രശ്നം? ആ കൊച്ചിന് പ്രശ്നങ്ങളും ദുരിതങ്ങളും മാത്രമേ ഉള്ളൂ. എന്താന്ന് പറയ്, ഞാൻ നിർബന്ധിച്ചു. ആ കൊച്ചിൻ്റെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. വീടെത്തിയിട്ട് പറയാം. ഞാൻ പിന്നെ മമ്മിയെ നിർബന്ധിക്കാൻ പോയില്ല. ഞങ്ങൾ പാതി ദൂരം പിന്നിട്ടു. വണ്ടിയിൽ മുഴങ്ങുന്ന പാട്ടിനൊത്ത് ഞാൻ വണ്ടി പറപ്പിച്ചു. പാതിരാത്രി ആയതുകൊണ്ടും ഇന്നത്തെ ക്ഷീണം കാരണവും പപ്പയും അമ്മയും ഉറങ്ങി. ഞാൻ ഡ്രൈവിങ്ങിൽ ശ്രദ്ധ ചെലുത്തി. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ എൻ്റെ കണ്ണുകൾ പതിയെ അടഞ്ഞു. പെട്ടെന്ന് കാതിൽ കേൾക്കുന്ന നിർത്താതെയുള്ള ഹോണടിയും കണ്ണിലേക്ക് പാഞ്ഞെത്തുന്ന തീവ്രമായ പ്രകാശവും കാരണം പെട്ടെന്ന് കണ്ണു തുറന്നു. എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തല എവിടെയോ ഇടിച്ചു. എൻ്റെ ബോധം നഷ്ടപ്പെട്ടു. ബോധം വന്ന് കണ്ണു തുറക്കുമ്പോൾ അടുത്തായി ഡോക്ടറും നേഴ്സും നിന്ന് സംസാരിക്കുന്നു. എൻ്റെ കൈ അനക്കാൻ പറ്റുന്നില്ല. നോക്കുമ്പോൾ പ്ലാസ്റ്റർ ഇട്ടേക്കുവാണ്. ആ, എഴുന്നേറ്റോ? ഞാൻ പറയുന്നത് കേൾക്കാവോ? കേൾക്കാൻ ഡോക്ടർ. ഞാനിപ്പോൾ എവിടെയാ? അതൊക്കെ പറയാം. തൻ്റെ ശരീരമൊക്കെ അനക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ ശരീരം മുഴുവൻ നോക്കി. അനക്കാൻ പറ്റുന്നുണ്ട്, എന്നാൽ എവിടെയൊക്കെയോ വേദന പോലെ. ആണോ? അത് ശരിയായിക്കോളും. അത് പറഞ്ഞ് പേപ്പറിൽ എന്തൊക്കെയോ കുറിച്ചു. ഡോക്ടർ, പപ്പയും മമ്മിയും എവിടെ? എനിക്ക് വീട്ടിൽ പോകണം. വേറെ കുഴപ്പമൊന്നുമില്ല. 2 ദിവസം കഴിഞ്ഞ് വീട്ടിൽ പോകാം കേട്ടോ. അത്രമാത്രം പറഞ്ഞ് ഡോക്ടർ പോയി. ഈ 2 ദിവസങ്ങളായിട്ട് ബന്ധുക്കളും ജേക്കബ് അങ്കിളും എന്നെ കാണാനെത്തി. മമ്മിയും പപ്പയും കുറിച്ച് ചോദിച്ചിട്ട് ആരും എന്നോട് അതേപ്പറ്റി ഒന്നും പറഞ്ഞില്ല. അവർ സീരിയസ് ആയിട്ട് വല്ലതും കിടക്കുവാണോ എന്നൊന്നും അറിയാൻ വയ്യ. എൻ്റെ മുറിവുകൾ ഉണങ്ങി കയ്യിലെ ബാൻഡേജ് മാത്രമേ ഉള്ളൂ. ഡിസ്ചാർജായി വീട്ടിലേക്ക് പോവാൻ നേരം ഞാൻ ഒരുപാട് സന്തോഷിച്ചു. വീട്ടിൽ പോയി മമ്മിയും പപ്പയും കാണാമല്ലോ. ജേക്കബ് അങ്കിൾ വീട്ടിലേക്ക് തിരിയുന്ന വഴിക്ക് പകരം കാറ് മറ്റൊരു വഴിക്കാണ് പോയത്. അങ്കിൾ, ഇതെങ്ങോട്ടാ? നമുക്ക് വീട്ടിലല്ലേ പോവേണ്ടത്? അതിന് അങ്കിൾ മറുപടി ഒന്നും പറഞ്ഞില്ല. അങ്കിളെ, വണ്ടി തിരിക്ക്. എനിക്ക് പോയിട്ട് പപ്പയും മമ്മിയും കാണണം. ഞാൻ വാശി പിടിച്ചുകൊണ്ടിരുന്നു. അവരുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഞാൻ ഒന്നും ചോദിക്കാതെ ഇരുന്നു. വണ്ടി ചെന്ന് നിന്നത് പള്ളിയുടെ മുറ്റത്തായിരുന്നു. നമ്മൾ എന്താ ഇവിടെ? സംശയത്തോടെ ഞാൻ ചോദിച്ചു.
വാ പറയാം. വണ്ടിയിൽ നിന്നും ഇറങ്ങി ഞാൻ അങ്കിളിൻ്റെ പിന്നാലെ നടന്നു. മുന്നോട്ട് നടക്കും തോറും എൻ്റെ ചങ്ക് പടപടാന്നിടിച്ചുകൊണ്ടിരുന്നു. ഞാൻ വിചാരിക്കുന്നതാകല്ലേ നടക്കാൻ പോകുന്നത് എന്ന് ഞാൻ മനസ്സുരുകി പ്രാർത്ഥിച്ചു. അവസാനം ഞങ്ങൾ ചെന്ന് നിന്നത് ഐസക് ആൻഡ് സാറ എന്ന് കൊത്തിവെച്ചിരിക്കുന്ന കല്ലറയ്ക്ക് മുന്നിലാണ്. ഒരു നിമിഷം ഉള്ളിലെ പിടച്ചിലും ശ്വാസവും നിലച്ചുപോയി. മമ്മിയുടെയും പപ്പയുടെയും കല്ലറയെ കെട്ടിപ്പിടിച്ച് ഞാൻ പൊട്ടിക്കരഞ്ഞു. മമ്മിയുടെയും പപ്പയുടെയും ഓരോ ഓർമ്മകൾ എൻ്റെ കരച്ചിലിൻ്റെ ആഴം കൂട്ടി. അവസാനമായി എനിക്കൊന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ അങ്കിളെ. മോനെ, ആക്സിഡൻറ്റ് നടന്ന സ്പോട്ടിൽ തന്നെ മമ്മിയും പപ്പയും പോയി. നിനക്ക് ബോധം വരുന്നത് 1 മാസം കഴിഞ്ഞിട്ടാ. ഉള്ളിലെ വിഷമം ഒതുക്കി അങ്കിൾ പറഞ്ഞു. എത്ര നേരം ഞാൻ ആ കല്ലറയ്ക്ക് മുന്നിലിരുന്ന് കരഞ്ഞെന്നറിയില്ല. കരഞ്ഞു തളർന്ന എന്നെ അങ്കിൾ താങ്ങി വണ്ടിയിലിരുത്തി അവിടെ നിന്ന് നേരെ വീട്ടിലേക്കും. വീടാകെ മാറിയിരിക്കുന്നു. മുറ്റത്തിലകൾ കൊണ്ട് നിറഞ്ഞു. എല്ലായിടവും അഴുക്ക് നിറഞ്ഞു കിടന്നു. എന്നെ അങ്കിൾ ഹാളിലെ സെറ്റിയിലിരുത്തി. മോനെ, ഞാനൊരു വേലക്കാരിയെ ഏർപ്പാടാക്കാം മോൻ്റെ കാര്യങ്ങൾ നോക്കാൻ. അത് വേണ്ട അങ്കിളെ, ഞാൻ നോക്കിക്കോളാം. അങ്കിളും പൊക്കോളൂ. എനിക്ക് കുറച്ച് സമയം ഒറ്റയ്ക്കിരിക്കണം. ഇത് വെച്ചോ, മോൻ്റെ സിമ്മിട്ട പുതിയ ഫോണാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. പുതിയ ഫോൺ എനിക്ക് തന്ന ശേഷം കുറച്ചു നേരം എന്നെ നോക്കി അങ്കിൾ നിന്നു. പിന്നെ പുള്ളി പോയി. ആ വലിയ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായി. എവിടെ നോക്കിയാലും പപ്പയുടെയും മമ്മിയുടെയും മണവും അവരുടെ ഓർമ്മകളും. അതെന്നെ കൂടുതൽ വിഷമിപ്പിച്ചു. പോകെ പോകെ എനിക്ക് വിഷമം സഹിക്കാൻ വയ്യാതായി. ഓടി ഞാൻ എൻ്റെ മുറിയിൽ പോയി കബോർഡിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ച കുപ്പി എടുത്തു കുടിച്ചു. അപ്പോൾ ചെറിയൊരാശ്വാസം. കുപ്പി തീർന്നപ്പോൾ അങ്കിൾ തന്ന ഫോണിൽ നിന്നും ഓഫീസിലെ ഒരു പയ്യൻ്റെ നമ്പർ തപ്പിപ്പിടിച്ച് വിളിച്ച് കുപ്പി എത്തിച്ചു. എൻ്റെ ജീവിതമാകെ താളം തെറ്റി. എല്ലാം ഉണ്ടായിരുന്നവൻ പെട്ടെന്ന് ഒരു നിമിഷം ആരുമില്ലാതെയാകുന്ന അവസ്ഥ. അതിന് കാരണം ഞാനാണെന്നുള്ള കുറ്റബോധവും. ഞാൻ എൻ്റെ റൂമിൽ നിന്നും പുറത്തു വരാതെയായി. വിശക്കുമ്പോൾ സ്വിഗ്ഗി ഓർഡർ ചെയ്ത് വരുത്തും. വിഷമം വരുമ്പോൾ കുടിക്കും, വലിക്കും. ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി. ഒരു ദിവസം ജേക്കബ് അങ്കിൾ എന്നെ കാണാനെത്തി. എൻ്റെ അവസ്ഥ കണ്ട് ഒരുപാട് ഉപദേശവും വഴക്കും പറഞ്ഞിട്ട് പോയി. അപ്പോഴും എൻ്റെ അവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നും സംഭവിച്ചില്ല. ഇതിൻ്റെ ഇടയ്ക്ക് കയ്യിലെ പ്ലാസ്റ്ററും അഴിച്ചു മാറ്റി. ആരാധ്യ അവരുടെ മരണത്തിന് ശേഷം ആ വീട്ടിലേക്ക് പോവാൻ തോന്നിയില്ല. എൽവിൻ്റെ ഈ അവസ്ഥയിൽ അവനെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്ന് ഒരു പിടിയുമില്ലായിരുന്നു. എന്നും കോളേജിൽ പോകുമ്പോഴും രാത്രിയും സ്വിഗ്ഗി പയ്യൻ ആ വീട്ടിലേക്ക് കയറി പോകുന്നതും തിരിച്ചു വരുന്നതും ആരാധ്യ ശ്രദ്ധിച്ചു തുടങ്ങി. ഇടയ്ക്ക് വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ളൊരു പയ്യൻ കവറുമായി അകത്തുപോയി തിരിച്ചു വരുന്നതും കാണാം. വേറെ ആരെയും ഇതുവരെ അങ്ങോട്ട് കണ്ടിട്ടില്ല. ഇന്ന് എൽവിനോട് സംസാരിക്കണമെന്ന് തോന്നി അവൻ്റെ വീട്ടിലേക്ക് പോയി. മുറ്റത്തെല്ലാം കാട് പിടിച്ച് അലങ്കോലമായി കിടക്കുന്നു. വാതിൽ ലോക്കല്ലാത്തതുകൊണ്ട് അത് തുറന്ന് അകത്തേക്ക് കയറി. ആരാ അത്? സ്വിഗ്ഗിയിൽ നിന്നാണോ? ഫുഡ് ടേബിളിൽ വെച്ച് ആ പൈസ എടുത്തോളൂ. ഉള്ളിൽ നിന്നും എൽവിൻ്റെ സൗണ്ട് കേട്ടു. ടേബിളിൽ നോക്കിയപ്പോൾ കുറച്ച് പൈസ ഇരിക്കുന്നത് കണ്ടു. ഞാൻ പയ്യെ മുകളിലേക്ക് പോയി. അവിടെ ഒരു മുറിയിൽ നിന്നും പുക വരുന്നത് കണ്ടു. ഞാൻ ആ മുറി ലക്ഷ്യം വെച്ച് നടന്നു. വാതിൽ മെല്ലെ തള്ളി തുറന്നു. എൽവിനെ കണ്ട് ഞാൻ ശരിക്കും പേടിച്ചു പോയി. ഇത് എൽവിൻ തന്നെയാണോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. എപ്പോഴും മുടിയും താടിയും വെട്ടി നല്ല വസ്ത്രങ്ങൾ ധരിച്ചു കണ്ടിട്ടുള്ള എൽവിൻ. എന്നാൽ ഞാനിപ്പോൾ കാണുന്നത് വെട്ടാത്ത താടിയും മുടിയുമുള്ള മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് വല്ലാതെ ശോഷിച്ച അവസ്ഥയിലിരിക്കുന്ന എൽവിനെയാണ്. കണ്ടാൽ ഭ്രാന്തനെ പോലെ തോന്നും. മിസ് എന്താ ഇവിടെ? എന്നെ കണ്ടതും വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റ് കുത്തിക്കെടുത്തി എഴുന്നേറ്റു. എന്താ എൽവിൻ ഇതൊക്കെ? തറയിൽ കിടക്കുന്ന മദ്യക്കുപ്പികളും സിഗരറ്റ് കുറ്റികളും നോക്കി ഞാൻ ചോദിച്ചു. മിസ്സു എന്നെ കുറ്റപ്പെടുത്താൻ വന്നതാണോ? അത് പറഞ്ഞവൻ ബെഡിലേക്കിരുന്നു. ഞാൻ നിന്നെ കുറ്റപ്പെടുത്താൻ വന്നതല്ല. നീയല്ലേ പറഞ്ഞിട്ടുള്ളത് എന്നെ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് കാണുന്നതെന്ന്. അപ്പോൾ എനിക്ക് നിന്നെ കാണാൻ വരാൻ പാടില്ലേ? എന്നെ ഒന്ന് നോക്കിയ ശേഷം അവൻ കുനിഞ്ഞിരുന്നു. എത്ര കാലമാണ് നീ ഇങ്ങനെ ജീവിക്കുക? ഇങ്ങനെ ഒരവസ്ഥയിൽ നിന്നെ മമ്മി കണ്ടാൽ അവർക്കത് സഹിക്കുമോ? ബെഡിലിരുന്ന് അവൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അവൾ ചോദിച്ചു.
നീ പഴയ പോലെ ആവണം. ഇങ്ങനെ കുടിച്ച് നശിക്കാൻ വേണ്ടിയാണോ ആ പാവങ്ങൾ നിന്നെ വളർത്തിയത്? പെട്ടെന്ന് എൽവിൻ അതേ ഇരിപ്പിൽ ആരാധ്യയുടെ അരയിലൂടെ കെട്ടിപ്പിടിച്ച് അവനിലേക്ക് അടുപ്പിച്ചു. അവൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അവളുടെ സാരിയിലും വയറിലും നനവ് അനുഭവപ്പെട്ടപ്പോഴാണ് എൽവിൻ കരയുന്നുവെന്ന് മനസ്സിലായത്. എല്ലാം ഞാൻ കാരണം പപ്പയും മമ്മിയും എന്നെ വിട്ടുപോയത്. അങ്ങനെയൊന്നുമല്ല. അവൻ്റെ തലയിൽ തലോടി അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പപ്പ അന്നെന്നോട് പറഞ്ഞതാ വേറെ ഡ്രൈവറെ വിളിക്കാമെന്ന്. ഞാനാ പറഞ്ഞ വേണ്ടെന്ന്. എൻ്റെ അഹങ്കാരം കാരണം പപ്പയും മമ്മിയും ഞാൻ കൊലയ്ക്ക് കൊടുത്തു. എൽവിൻ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. കർത്താവ്, എന്നെ മാത്രം എന്താ അങ്ങോട്ട് വിളിക്കാതിരുന്നേ? തെറ്റെല്ലാം ചെയ്തത് ഞാനല്ലേ? അയ്യേ, ഞാൻ കരഞ്ഞപ്പോൾ എന്നെ കളിയാക്കിയ ആളാ ഇപ്പോൾ ഇരുന്ന് കരയുന്നേ? എൽവിൻ്റെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്ത് ആരാധ്യ പറഞ്ഞു. ഇനി വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. നടക്കേണ്ടതെല്ലാം നടന്നു. അതിനൊന്നും നീ ഉത്തരവാദിയല്ല. മദ്യപാനം കൊണ്ട് ഒന്നും നേടാൻ പറ്റില്ല. നീ പോയി കുളിച്ചേ. നമുക്ക് കുറച്ച് സ്ഥലങ്ങളിൽ പോകാനുണ്ട്. എൽവിൻ ഇപ്പോൾ ഒരു ചേഞ്ചാണ് വേണ്ടത്. അതിനാദ്യം പുറത്തിറങ്ങണം. ഞാൻ എങ്ങോട്ടുമില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാനിപ്പോൾ നിൻ്റെ ടീച്ചറായിട്ടാണ് പറയുന്നത്. പോയി കുളിച്ചിട്ട് വാ. അവനെ നിർബന്ധിച്ച് ബാത്റൂമിൽ പറഞ്ഞു വിട്ടു. എൽവിൻ തിരിച്ചു വരുന്ന സമയം കൊണ്ട് ആ മുറിയിലുണ്ടായിരുന്ന കുപ്പികളും സിഗരറ്റ് കുറ്റികളും മാറ്റി അടിച്ചു തൂത്തു. ബെഡൊക്കെ തട്ടിക്കുടഞ്ഞിട്ടു. കുളിച്ചിറങ്ങിയപ്പോൾ എൽവിൻ റൂം മുഴുവൻ എന്തോ ഒരു മാറ്റം സംഭവിച്ച പോലെ. ഇപ്പോൾ ഇത്രയേ വൃത്തിയാക്കാൻ പറ്റുള്ളൂ, ബാക്കി വന്നിട്ട് ശരിയാക്കാം. എൽവിൻ അതിനെന്നെ നോക്കി ഒന്ന് ചിരിച്ചു. നീ റെഡിയാവ്, ഞാൻ അപ്പോഴേക്കും ഡ്രസ്സ് മാറ്റി വരാം. ഞാൻ ഡ്രസ്സ് മാറാനായി വീട്ടിലേക്ക് പോയി. ടീച്ചർ പോയതും അലമാരിയിലിരുന്ന ഡ്രസ്സ് എടുത്തിട്ടു. വീടിന് പുറത്തേക്ക് ഇറങ്ങിയതും സൂര്യപ്രകാശം മുഖത്തേക്ക് പതിച്ചു. ഇരുട്ടിൽ ജീവിച്ച എനിക്ക് ഇത് പുതിയൊരു അനുഭവമായി തോന്നി. ഞാൻ ഷൂസ് ഇടുമ്പോഴേക്കും ടീച്ചർ വീട്ടിലേക്ക് വന്നു. ടീച്ചർ ബുള്ളറ്റിൻ്റെ അടുത്ത് പോയി നിന്ന് പോവാമെന്ന് പറഞ്ഞു. ബൈക്ക് കണ്ടതും എനിക്ക് വീണ്ടും പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നു. അത് മനസ്സിലാക്കിയിട്ടാവണം ഓട്ടോയിൽ പോവാമെന്ന് പറഞ്ഞു. റോഡിലിറങ്ങി ഒരു ഓട്ടോ പിടിച്ച് ടൗണിലെ ഒരു സലൂണിലേക്ക് എന്നെ കൊണ്ടുപോയി. നമ്മളെന്താ ഇവിടെ? നീ സ്വയം കണ്ണാടി നോക്കിയിരുന്നെങ്കിൽ ഇത് എന്നോട് ചോദിക്കില്ലായിരുന്നു. സലൂണിലേക്ക് കയറി മിസ് എന്നെ ഒരു ചെയറിലിരുത്തി. കണ്ണാടി നോക്കിയപ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാനായില്ല. അത്രയ്ക്ക് മോശം എൻ്റെ അവസ്ഥയായിരുന്നു. താടിയും മുടിയും വളർന്നു. സർ, എങ്ങനെയാണ് വെട്ടേണ്ടത്? അത് പിന്നെ ഞാൻ ആകെ വല്ലാണ്ടായി. ചേട്ടാ, ഇതുപോലെ വെട്ടിയാൽ മതി. അവിടെ വെച്ചിരുന്ന ഒരു ഫോട്ടോ ചൂണ്ടി മിസ്സ് പറഞ്ഞു. പുള്ളി അതുപോലെ വെട്ടിത്തന്നു. ഇപ്പം മുടുക്കനായി. മുടി വെട്ടി ഇറങ്ങി എന്നെ മൊത്തത്തിലൊന്ന് നോക്കി പറഞ്ഞു. അത്രയ്ക്ക് മോശമായോ? കുഴപ്പമില്ല, എൻ്റെ കൂടെ കൊണ്ടു നടക്കാനൊക്കെ കൊള്ളാം. എന്നെ കളിയാക്കിക്കൊണ്ട് ആരാധ്യ മിസ്സ് പറഞ്ഞു. ഞങ്ങൾ അവിടുന്ന് ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ച് അടുത്തുള്ള ബീച്ചിൽ പോയിരുന്നു. ഞാനും മിസ്സും അന്നത്തെ ദിവസം ഒരുപാട് സംസാരിച്ചു. എന്തോ മിസ്സിനോട് മനസ്സ് തുറന്ന് സംസാരിച്ചപ്പോൾ ഒരാശ്വാസം. രാത്രിയോടെ വീട്ടിൽ തിരിച്ചെത്തി. ടീച്ചറെ ഔട്ട് ഹൗസിലാക്കി ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി. ഒന്ന് കുളിച്ച് തിരിച്ച് ബെഡിൽ വന്നിരുന്നു. പിന്നെയും എനിക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നു. കബോർഡിൽ പോയി കുടിക്കാനായി കുപ്പിയെടുത്തതും മിസ്സ് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നു. എന്തോ മമ്മി എന്നോട് പറയുന്നത് പോലെ തോന്നി. പിന്നെ കുടിക്കാൻ തോന്നിയില്ല. എങ്ങനെയോ കടിച്ചു പിടിച്ചുറങ്ങി. ഹലോ, സമയം എത്ര ആയെന്നേ? എഴുന്നേക്ക്, നമുക്കൊരുപാട് പണിയുള്ളതാ. റൂമിലെ കർട്ടൻ മാറ്റി ടീച്ചർ എന്നെ ഉറക്കത്തിൽ നിന്നും ഉണർത്തി. മിസ് ഇതെങ്ങനെ വന്നു? കൈകൾ ഒന്ന് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ചോദിച്ചു. ഞാൻ വന്നപ്പോൾ താഴെ കതക് പൂട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ പിന്നെ ഇങ്ങ് കയറിപ്പോന്നു. എന്തിനാ വന്നതെന്നോ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇവിടെ മുഴുവൻ ക്ലീൻ ചെയ്യണമെന്ന്. വാ, നമുക്കൊരുമിച്ച് ക്ലീൻ ചെയ്യാം. ഞാനും മിസ്സും കൂടി വീട് മുഴുവൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ഷോക്കേസ് പൊടി തൂത്തപ്പോൾ ഞാനും മമ്മിയും പപ്പയും നിൽക്കുന്ന ഫോട്ടോ കിട്ടി. അറിയാതെ കണ്ണിൽ നിന്നും വെള്ളം വന്നു. അതിങ്ങെടുത്തേ, മോൻ പോയി പുറത്തെ കാടെല്ലാം വൃത്തിയാക്ക്. ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. എൻ്റെ കയ്യിൽ നിന്നും ആ ഫോട്ടോ വാങ്ങി എന്നെ പുറത്തേക്ക് അയച്ചു.
ഞാൻ പുറത്തെ കാടെല്ലാം വെച്ച് എത്തിപ്പറിച്ച് വൃത്തിയാക്കിയപ്പോൾ മിസ്സ് വീടിനകം ക്ലീൻ ചെയ്തു. ഉച്ചയ്ക്ക് മിസ്സ് വീട്ടിൽ പോയി ചോറും കറികളും എടുത്തുകൊണ്ട് വന്ന് എനിക്ക് വിളമ്പി. ഇത് മിസ്സുണ്ടാക്കിയതാണോ? എന്താടാ, കൊള്ളില്ലേ? ആശങ്കയോടെ മിസ് എന്നെ നോക്കി. കൊള്ളാം, മമ്മി ഉണ്ടാക്കുന്ന പോലെയുണ്ട്. എന്നാൽ മുഴുവനും കഴിച്ചോണം കേട്ടല്ലോ. മിസ് എന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചു. എൻ്റെ ജീവിതം പഴയതുപോലെ ആവാൻ തുടങ്ങി. ടീച്ചർ 3 നേരം ഫുഡുണ്ടാക്കി എനിക്ക് വിളമ്പി തന്നു. മദ്യപാനവും പുകവലിയും കുറഞ്ഞു. ഒരാഴ്ചയ്ക്ക് ശേഷം ഓഫീസിൽ പോയി തുടങ്ങി. പതിയെ പഴയ ഞാനായി മാറിക്കൊണ്ടിരുന്നു. ജേക്കബ് അങ്കിൾ പഴയ ഓർമ്മകളിലേക്ക് പോകാതിരിക്കാൻ പുതിയ ഉത്തരവാദിത്തങ്ങൾ എന്നെ ഏൽപ്പിച്ചു. എനിക്കിപ്പോൾ എല്ലാം തുറന്ന് സംസാരിക്കാൻ നല്ലൊരു ഫ്രണ്ടുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഒരു ശനിയാഴ്ച ദിവസം വൈകുന്നേരം ഉമ്മറത്തിരുന്ന് പാട്ട് കേൾക്കുമ്പോഴാണ് സാരി ഉടുത്ത് ഒരാൾ കുണുങ്ങി എൻ്റെ അടുത്തേക്ക് വന്നത്. സാരിയൊക്കെ ഉടുത്തൊരുങ്ങി ഇതെങ്ങോട്ടാ? മിസ്സിനെ നോക്കി ഞാൻ ചോദിച്ചു. ഇവിടെ അടുത്തൊരു ക്ഷേത്രത്തിലേക്കാ. എന്നാ പോയിട്ട് വാ. നീയും കൂടി വാ, എന്തായാലും ഇവിടെ ഒറ്റയ്ക്കല്ലേ. ഞാനൊന്നുമില്ല, ഒറ്റയ്ക്കങ്ങ് പോയാൽ മതി. കഷ്ടമുണ്ട് കേട്ടോ, നിന്നെയും കൂട്ടി പോവാ എന്നാ ഞാൻ വിചാരിച്ചേ. ഒന്ന് വാടാ പ്ലീസ്. മിസ് നിന്ന് കെഞ്ചാൻ തുടങ്ങി. ശരി, ഞാൻ റെഡിയായി ഇപ്പോൾ വരാം. അതും പറഞ്ഞ് അകത്തേക്ക് പോയി. വരുമ്പോൾ ആ ബൈക്കിൻ്റെ ചാവി കൂടി എടുത്തോ. ഞാൻ പെട്ടെന്ന് വാതിലിൻ്റെ അടുത്ത് സ്റ്റക്കായി നിന്നു. ആക്സിഡൻറ്റിന് ശേഷം ഞാൻ വണ്ടിയൊന്നും ഓടിക്കാറില്ല. എന്തോ പേടിയും പകപ്പും പോലെയാണ്. ഞാൻ തിരിഞ്ഞ് മിസ്സിനെ നോക്കി. എന്താ നോക്കുന്നത്? വേഗം വാ, സമയമായി. ഞാൻ വേഗം പോയി റെഡിയായി ബൈക്കിൻ്റെ ചാവിയും എടുത്ത് വീട് പൂട്ടി ഇറങ്ങി. ബൈക്കിൽ പോണോ? നമുക്കൊരു ഓട്ടോ വിളിച്ച് പോയാൽ പോരെ? എൻ്റെ പകപ്പ് ഒളിച്ചു വെക്കാൻ പറ്റിയില്ല. എന്തിനാ പേടിക്കുന്നേ? ഞാനില്ലേ. മിസ് എനിക്ക് ധൈര്യം പകർന്നു. ബുള്ളറ്റിൽ കയറി ചാവി ഓണാക്കി കിക്കറടിച്ചു. സ്റ്റാർട്ടായില്ല. ടീച്ചറുടെ മുഖം വാടി. വീണ്ടും ചവിട്ടി. അങ്ങനെ 3ാമത്തെ ചവിട്ടിൽ വണ്ടി സ്റ്റാർട്ടായി. ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഉള്ള സൗണ്ട് എൻ്റെ എല്ലാ ഭയത്തെയും തുടച്ചു നീക്കി. വാ, കയറി പോവാം. ഞാൻ വിളിക്കേണ്ട താമസം ടീച്ചർ കയറി ഒരു സൈഡ് തിരിഞ്ഞിരുന്നു. ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയി. നീ കയറുന്നില്ലേ? ബൈക്ക് പാർക്ക് ചെയ്ത ശേഷം ടീച്ചർ ചോദിച്ചു. ഇല്ല, മിസ് പോയിട്ട് വാ. എന്നെ അധികം നിർബന്ധിക്കാതെ ടീച്ചർ അമ്പലത്തിനകത്തേക്ക് കടന്നു. ഞാൻ അതിനു മുന്നിലെ ആൽത്തറയിലിരുന്ന് ക്ഷേത്രത്തിനകത്തേക്ക് നോക്കി. കത്തിജ്വലിക്കുന്ന ദീപപ്രകാശത്തിൽ ദൈവത്തെ നോക്കി തൊഴുന്ന ടീച്ചറെ ഒരു ദേവതയെപ്പോലെ തോന്നി. ടീച്ചറുടെ അഴകിൽ ഞാൻ ലയിച്ചിരുന്നു. എന്തോ പൂജയൊക്കെ കഴിഞ്ഞ് വാഴയിലയിൽ ചന്ദനവുമായി മിസ് എൻ്റെ അരികിലെത്തി. എന്നോട് ചേർന്ന് നിന്ന് ആ ചന്ദനം തൊട്ടു തന്നു. ആ കൈകളിൽ നിന്നും വമിക്കുന്ന ചന്ദനത്തിൻ്റെ മണം എനിക്ക് ലഹരിയായി. ഹലോ, എന്താലോചിച്ച് നിൽക്കുക? നമുക്ക് പോണ്ടേ? ഞാൻ സ്വപ്നലോകത്ത് നിന്നും ഉണർന്നു. മിസ്സിനെയും കൂട്ടി ബൈക്കിൽ കയറി കിക്കറടിച്ചെങ്കിലും സ്ലിപ്പായി. എൻ്റെ ശ്രദ്ധ മുഴുവൻ മിസ്സിലായിരുന്നു. ബൈക്ക് മുന്നേക്കെടുത്തതും മിസ് എൻ്റെ തോളിൽ കൈവച്ചു. എനിക്ക് പെട്ടെന്ന് ഷോക്ക് അടിച്ച പോലെയായി. ഞാൻ എങ്ങനെയോ വീടെത്തിച്ചു. എടാ, നിനക്ക് ഫുഡ് കൊണ്ടുവന്ന കുറച്ച് പാത്രങ്ങൾ ഇവിടെ ഇരിക്കുക, ഞാൻ അതും എടുത്തുകൊണ്ട് പൊക്കോളാം. വാതിൽ തുറന്നതും മിസ് ലൈറ്റെല്ലാം ഓണാക്കി അടുക്കളയിലേക്ക് പോയി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കഴിച്ച പാത്രങ്ങൾ കഴുകി വെക്കണമെന്ന്? എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ട് ടീച്ചർ സിങ്കിലെ പൈപ്പ് തുറന്ന് പാത്രങ്ങൾ കഴുകാൻ തുടങ്ങി. അടുക്കളയിലേക്ക് ചെന്നപ്പോൾ കാണുന്നത് എനിക്ക് പുറംതിരിഞ്ഞ് നിൽക്കുന്ന പാത്രം കഴുകുന്ന മിസ്സിനെയാണ്. തലയ്ക്ക് ലഹരി പിടിച്ച പോലെ തോന്നുന്നു. എൻ്റെ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ എനിക്കായില്ല. ഞാൻ പതിയെ മിസ്സിൻ്റെ അടുത്തേക്ക് പോയി പിന്നിലൂടെ കെട്ടിപ്പിടിച്ച് കഴുത്തിൽ ഉമ്മ വെച്ചു. എന്നെ ശകാരിച്ചു കൊണ്ടിരുന്ന നാവുകൾ നിശ്ചലമായി. കയ്യിലെ പാത്രങ്ങൾ സിങ്കിലേക്ക് വീണു. പൈപ്പിൽ നിന്നും നിലയ്ക്കാതെ വെള്ളം ഒഴുകി. ഞാൻ ആ ശംഖ് പോലുള്ള കഴുത്തിൽ ചെറുതായി മുത്തങ്ങൾ നൽകി. അവളുടെ ഭാഗത്തു നിന്നും എതിർപ്പുകളില്ല. അവളുടെ കൈകൾ പിന്നിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ തലമുടിയിൽ തഴുകി. പെട്ടെന്ന് അവളെ ഞാൻ തിരിച്ച് എനിക്ക് അഭിമുഖമായി നിർത്തി. ഡാ മോനെ, വേണ്ടടാ, അവൾ എന്നോട് യാചിച്ചു. ഞാൻ പെട്ടെന്ന് ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ ചുണ്ടിന് കുറുകെ വെച്ചു. അവൾ നിശബ്ദമായി. ഇപ്പോൾ പൈപ്പിൽ നിന്നും വീഴുന്ന വെള്ളത്തിൻ്റെ ശബ്ദം മാത്രം.
ഒരു റൊമാൻസിന് അവിടെ ആരംഭം കുറിച്ചു. പതിയെ പതിയെ മിസ്സും എന്നോട് സഹകരിച്ചു. എന്നെ കെട്ടിപ്പിടിച്ച് ഞങ്ങളുടെ മാത്രമായുള്ള ലോകത്തിലേക്ക് ഞങ്ങൾ പോയി. രാവിലെ ഉറക്കമുണർന്നപ്പോൾ ഷർട്ടും പാൻറ്റും ഇട്ട് എൻ്റെ തലമുടിയിൽ തലോടുന്ന മിസ്സിനെയാണ് കാണുന്നത്. എഴുന്നേറ്റോ കള്ളൻ. ആ മുഖത്ത് നാണം വന്നു. സോറി മിസ്സേ, ഇന്നലെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. എന്നോട് ക്ഷമിക്കണം. എനിക്ക് കുറ്റബോധം തോന്നി. എന്തിനാ നീ ക്ഷമ ചോദിക്കുന്നത്? എൻ്റെ ഈ സമ്മതത്തോടെയല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചേ? മിസ് എന്നെ നോക്കി പുഞ്ചിരിച്ചു. തലയിൽ തലോടിക്കൊണ്ടിരുന്ന കൈയെടുത്ത് അതിൽ ഞാനൊരു ഉമ്മ കൊടുത്തു. എൻ്റെ ഡ്രസ്സ് എടുക്കാൻ ആര് പറഞ്ഞു? പൊക്കോണം അവിടുന്ന്. ഇന്നലെ എൻ്റെ ഡ്രസ്സെല്ലാം വലിച്ചു കീറിയിട്ട് പറയുന്ന കേട്ടില്ലേ? ഞാൻ എല്ലാ പല്ലും കാട്ടി ചിരിച്ചു. കുറച്ചു നേരം കണ്ണിൽ നോക്കിയിരുന്നു. എഴുന്നേറ്റ് പോയി കുളിച്ചേ, നാറിയിട്ട് വയ്യ. ടീച്ചർ എന്നെ കുളിക്കാൻ നിർബന്ധിച്ചു. ഇന്നലെ കുറച്ച് ശരീരം അനങ്ങി ക്ലാസ് എടുത്തതിൻ്റെ നാറ്റമാ. എൻ്റെ ക്ലാസ് ഇഷ്ടമായോ? അതിന് ടീച്ചർ ഒന്ന് മൂളി. ഉടനെ തന്നെ അതിൻ്റെ ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും കേട്ടോ. എത്രത്തോളം പഠിച്ചെന്ന് എനിക്കറിയണം. വലിയ സാറിനെ പോലെ ഞാൻ പറഞ്ഞു. പൊക്കോണം, അവന് ടെസ്റ്റ് നടത്തണം പോലും. അവിടെ ഉണ്ടായിരുന്ന ഒരു ടവൽ എടുത്ത് തന്നെ എന്നെ കുളിക്കാനായി പറഞ്ഞു വിട്ടു. എൽവിൻ പോയതും ബെഡൊക്കെ നേരെ പിടിച്ചിടാൻ തുടങ്ങി. ഇന്നലെ എന്തൊക്കെയാണ് ഇവിടെ നടന്നത്? സ്വർഗം കണ്ടു. ഇന്നലെ അങ്ങനെ നടക്കും എന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ആലോചിക്കുമ്പോൾ എന്തോ പോലെ. അപ്പോഴാണ് അടുത്തിരിക്കുന്ന എൽവിൻ്റെ ഫോൺ ആരാധ്യ കാണുന്നത്. അതെടുത്തതും ലോക്കാണ്. ഡാ, ഫോണിൻ്റെ പാസ്വേഡ് എന്നതാ? ബാത്റൂമിൽ നിന്ന് എൽവിനോട് അവൾ വിളിച്ചു ചോദിച്ചു. അവൻ പാസ്വേഡ് പറഞ്ഞു കൊടുത്തു. ലോക്ക് അഴിച്ച് ഇന്നലെ ആൽത്തറയിൽ വെച്ചെടുത്ത ഫോട്ടോസ് ഓരോന്നായി നോക്കാൻ തുടങ്ങി. ഫോട്ടോയിൽ കാണുമ്പോൾ നല്ല ചേർച്ചയുണ്ട്. എന്നേക്കാൾ ഇളയതാണ്. അതിനിപ്പോൾ എന്താ? അവൻ എന്നെ ഇഷ്ടമാണ്, എനിക്ക് അവനെയും. പിന്നെ ആർക്കാ കുഴപ്പം? ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ കള്ളൻ. ഫോട്ടോ നോക്കി അവൾ ഓരോന്ന് പുലമ്പി. പെട്ടെന്ന് ഫോണിലേക്ക് നിഖിലിൻ്റെ കോൾ വന്നു. ഡാ, നിഖിൽ വിളിക്കുന്നു. എടുക്കണ്ട, ഞാൻ ഇറങ്ങിയിട്ട് തിരിച്ചു വിളിക്കാം. എൽവിൻ പറഞ്ഞതുകൊണ്ട് അവൾ ഫോൺ എടുത്തില്ല. കോൾ തനിയെ കട്ടായതും കോൾ ഹിസ്റ്ററിയിൽ നിഖിലിൻ്റെ 10-15 മിസ്ഡ് കോൾ ഉണ്ട്. ഇന്നലെ രാത്രി മുതൽ വിളിക്കുന്നതാ. എന്തോ ആവശ്യം കാണും. അപ്പോഴേക്കും വാട്സാപ്പ് നോട്ടിഫിക്കേഷൻ വന്നു. നിഖിൽ ഒരു വോയിസ് അയച്ചേക്കുന്നു. എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിലോ എന്ന് കരുതി അവൾ അത് പ്ലേ ചെയ്തു. അളിയ, ഇന്നലെ നീ ആരാധ്യ മിസ്സിനെയും കൊണ്ട് കറങ്ങുന്നത് കണ്ടു. അവസാനം പറഞ്ഞ പോലെ അവളെ വളച്ചല്ലേ? അന്ന് പറഞ്ഞ പോലെ നിൻ്റെ ആവശ്യം കഴിഞ്ഞെങ്കിൽ എനിക്കൂടി താടാ അവളെ. ആ വോയിസ് കേട്ടതും ആരാധ്യ ആകെ തകർന്നു പോയി. താൻ ജീവന് തുല്യം സ്നേഹിച്ചവൻ തന്നെ പറ്റിക്കായിരുന്നോ? തലയെല്ലാം കറങ്ങുന്ന പോലെ. പിന്നെ അവൾക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. കരഞ്ഞുകൊണ്ട് ഔട്ട് ഹൗസിലേക്ക് ഓടി. കുളിച്ചിട്ടിറങ്ങിയ എൽവിൻ ആരാധ്യയെ അവിടെ എങ്ങും കാണാൻ സാധിച്ചില്ല. കാപ്പി ഉണ്ടാക്കാൻ പോയി കാണുമെന്ന് കരുതി അവൻ ഡ്രസ്സ് മാറി മുടിയൊക്കെ ചീകി വെച്ചു. കുറേ സമയമായിട്ട് കാണാത്തത് കൊണ്ട് ഫോണുമായി താഴേക്ക് പോയി നോക്കി. അടുക്കളയിലോ ഹാളിലോ എങ്ങുമില്ല. ഔട്ട് ഹൗസിൽ പോയപ്പോൾ അവിടെ തുറന്നു കിടപ്പുണ്ട്. വിളിച്ചു നോക്കിയിട്ട് പ്രത്യേകിച്ച് പ്രതികരണമൊന്നുമില്ല. എവിടെ പോയി എന്ന് ചിന്തിച്ച് തിരിച്ച് വീട്ടിൽ കയറിയപ്പോൾ ഫോണിൽ നോട്ടിഫിക്കേഷൻ ബെല്ലടിച്ചു. ഫോൺ അൺലോക്ക് ചെയ്തപ്പോൾ ഡയറക്റ്റ് നിഖിലിൻ്റെ ചാറ്റിലേക്ക് പോയി. പുതുതായി ഒരു വോയിസ് മെസ്സേജ് അവൻ അത് പ്ലേ ചെയ്തു. എന്താടാ കോപ്പെ, വോയിസ് കേട്ടാൽ റിപ്ലൈ തരണമെന്നറിയില്ലേ? അതിനവൻ വോയിസ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ റിപ്ലൈ കൊടുക്കാനാ? ഒന്നുകൂടി നോക്കിയപ്പോൾ ഇന്ന് രാവിലെ ഒരു മെസ്സേജ് വന്നിരിക്കുന്നു. അതാരോ കേട്ടിരിക്കുന്നു. എന്താണെന്നറിയാൻ പ്ലേ ചെയ്തതും എൽവിൻ്റെ കിളി പോയി. ഇത് ആരാധ്യയാണോ കേട്ടത്? എൽവിൻ്റെ കൈകാലുകൾ തളരുന്ന പോലെ തോന്നി. സമയം കളയാതെ ആരാധ്യയുടെ ഫോണിൽ വിളിച്ചു. ബെല്ലടിക്കുന്നുണ്ട്, എന്നാൽ എടുക്കുന്നില്ല. പിന്നെയും വിളിച്ചു, എടുത്തില്ല. വീണ്ടും വിളിച്ചതും സ്വിച്ച് ഓഫ് എന്ന് പറയുന്നു. എൽവിൻ എന്ത് ചെയ്യണമെന്നൊരു പിടിയുമില്ല. ഔട്ട് ഹൗസ് മുഴുവൻ നോക്കി, റോഡിലും നോക്കി, എങ്ങും കണ്ടില്ല. എന്താ ഒരു വഴിയെന്ന് ഒരു പിടുത്തവുമില്ല. കുറച്ച് സമയത്തിന് ശേഷം ലക്ഷ്മി ടീച്ചറെ വിളിച്ചാൽ കാര്യം അറിയാമെന്ന് തോന്നി. പക്ഷേ ടീച്ചറുടെ നമ്പറില്ല. കോളേജിൽ പഠിച്ച ഓരോരുത്തരെയായി വിളിച്ച് അവസാനം നമ്പർ കിട്ടി. ലക്ഷ്മി ടീച്ചറെ വിളിച്ചു. ഹലോ, ലക്ഷ്മി മിസ് അല്ലേ? അതെ, ആരാ സംസാരിക്കുന്നേ?
മിസ്സേ, ഞാൻ എൽവിനാണ്. ആ എൽവിനെ പറയടാ. ആരാധ്യ മിസ് അങ്ങോട്ടെങ്ങാനും വന്നായിരുന്നോ? ഇല്ലടാ, കുറച്ചു മുമ്പ് വിളിച്ച് നാട്ടിലേക്ക് പോവാണ്, കുറേ നാളത്തേക്ക് കോളേജിൽ വരില്ല എന്നൊക്കെ പറഞ്ഞു. ആരാധ്യ മിസ്സിൻ്റെ നാടെവിടെയാ? ലക്ഷ്മി ടീച്ചർ സ്ഥലം പറഞ്ഞു കൊടുത്തു. വല്ല പ്രശ്നവും ഉണ്ടോ? വിളിച്ചപ്പോൾ കരഞ്ഞോണ്ടാ സംസാരിച്ചേ. കാര്യം ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞതുമില്ല. പ്രശ്നമൊന്നുമില്ല മിസ്സേ, അത് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. എങ്ങനെയും ടീച്ചറുടെ അടുത്തേക്ക് എത്തണം. വേഗം പോയി ഡ്രസ്സ് മാറി വന്ന് കാറിൻ്റെ കീയും എടുത്തു. ആക്സിഡൻറ്റിന് ശേഷം കാർ എടുക്കില്ല എന്നുറപ്പിച്ചതാ. പക്ഷേ എത്രയും പെട്ടെന്ന് ടീച്ചറുടെ അടുത്ത് എത്തണം. അതിന് കാറിൽ പോയാലേ പറ്റൂ. ഡ്രൈവർ സീറ്റിൽ കയറി ഒരു നിമിഷം കണ്ണടച്ചു. എന്നിട്ട് വണ്ടി എടുത്ത് പുറപ്പെട്ടു. ആരാധ്യ മിസ്സിൻ്റെ നാട്ടിലേക്ക്. ലക്ഷ്മി ടീച്ചർ പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ ഒരു ചായക്കടക്കാരനോട് ചോദിച്ചു, ചേട്ടാ, ഇവിടെ ആരാധ്യ ടീച്ചറുടെ വീട് എവിടെയാ? ആരാധ്യ? അങ്ങനെ ആരും ഇല്ലല്ലോ മോനെ. പുറത്തെ കോളേജിൽ പഠിപ്പിക്കുന്നതാ. കോളേജിൽ പഠിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ, ഓ, താമര, ദിവാകരൻ്റെ മോൾ. ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു. താമരയോ? അത് മോനെ, പുള്ളി എപ്പോഴും വെള്ളത്തിലാ. ഏത്? അതുകൊണ്ട് നാട്ടുകാർ വിളിക്കുന്ന പേരാ താമര. ഇവിടുന്ന് നേരെ പോയി 2 വളവ് കഴിയുമ്പോൾ ഇടത്തോട്ടൊരു വഴി കാണും. അതുവഴി പോയാൽ വലത് സൈഡിൽ ഓടിട്ട വീട് കാണാം. അതാ അവൻ്റെ വീട്. താങ്ക്സ് ഏട്ടാ. പുള്ളിയോട് നന്ദി പറഞ്ഞ് പുള്ളി പറഞ്ഞു തന്ന വഴിയെ ഞാൻ പോയി. ഞാൻ ചെന്ന് നിന്നത് പൊട്ടിപ്പൊളിഞ്ഞ ഓടിട്ട വീടിന് മുന്നിലാണ്. കാറിൽ നിന്നും ഇറങ്ങി ആ വീട് ലക്ഷ്യമാക്കി നടന്നു. ദൈവമേ, ഈ വീട്ടിലാണോ ആരാധ്യ മിസ് താമസിക്കുന്നത്? വീടിൻ്റെ ശോഷിച്ച അവസ്ഥ കണ്ട് എനിക്ക് പാവം തോന്നി. ഉമ്മറത്തേക്ക് എത്തിയപ്പോൾ വയസ്സായ ഒരു സ്ത്രീ അവിടെ ഇരിപ്പുണ്ട്. ആരാ? എന്നോട് അവർ ചോദിച്ചു. ആരാധ്യ ടീച്ചറുടെ വീടല്ലേ? അതെ, എന്താ വേണ്ടത്? ഞാൻ ടീച്ചറുടെ ഒരു ഫ്രണ്ടാണ്. ടീച്ചറെ കാണാൻ വന്നതാ. ആളകത്തുണ്ടോ? ഇന്ന് രാവിലെ ചാടിത്തുള്ളി വന്ന് എന്നോട് ദേഷ്യപ്പെട്ട് റൂമിൽ കയറി വാതിലടച്ചതാ. ഞാൻ അവളെ ഇപ്പോൾ വിളിക്കാം. വേണ്ടമ്മേ, ഞാൻ പോയി കണ്ടോളാം. എന്നാൽ അത്രയും നല്ലത്. എനിക്ക് പണ്ടത്തെ പോലെ നടക്കാനൊന്നും വയ്യേ. ചെറുതായി ഒന്ന് ചിരിച്ച് കാണിച്ച് ഉള്ളിലേക്ക് കയറി. ആകെ 2 മുറിയും ഒരു ഹോളും മാത്രമേ കാണുന്നുള്ളൂ. ഒന്നിൽ വാതിലില്ല. മറ്റൊരു മുറിയിൽ വാതിലെന്നൊന്നും പറയാൻ പറ്റില്ല. തടി കൊണ്ടൊരു പാളി. ഞാനത് പയ്യെ തുറന്നു. ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. വാതിൽ തുറക്കുന്ന സൗണ്ട് കേട്ടതും തറയിൽ കാലിന് പുറത്ത് തലയും വെച്ച് കുനിഞ്ഞിരുന്ന് കരഞ്ഞ ആരാധ്യ എന്നെ നോക്കി. വാടിത്തളർന്ന കണ്ണുകൾ ദേഷ്യം കൊണ്ട് കത്തിജ്വലിച്ചു. നീ ഇവിടെയും വന്നു എന്നെ ദ്രോഹിക്കാൻ? മിസ്സേ, പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഇപ്പം ഇറങ്ങിക്കോണം ഇവിടുന്ന്. തറയിൽ നിന്നും എഴുന്നേറ്റ് എന്നെ പുറത്തേക്ക് പിടിച്ച് തള്ളാൻ നോക്കി. മിസ്സേ, പ്ലീസ്, ഞാൻ യാചിക്കാൻ തുടങ്ങി. ഞാൻ നിന്നെ എന്തുമാത്രം സ്നേഹിച്ചു, വിശ്വസിച്ചു. എൻ്റെ എല്ലാം നിനക്ക് തന്നില്ലേ? എന്നിട്ട് നീ എന്നെ വേറൊരുത്തിന് കൂട്ടിക്കൊടുക്കാൻ നോക്കിയില്ലേ? എൻ്റെ നെഞ്ചത്തിരിച്ച് കരഞ്ഞു. അത് കണ്ടപ്പോൾ എനിക്കും വിഷമം വന്നു. ടീച്ചർ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. കൈകൾ രണ്ടും ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് ബന്ധിച്ചു. വിടടാ പട്ടി എന്നെ. അവൾ നിന്ന് ചീറി. ടീച്ചറെ എങ്ങനെയോ പിടിച്ച് അവിടുത്തെ കട്ടിലിരുത്തി തറയിൽ മുട്ടുകുത്തി ആ കൈകളിൽ പിടിച്ച് ഞാൻ പറഞ്ഞു, ടീച്ചർ അറിഞ്ഞതെല്ലാം കള്ളമാണെന്ന് ഞാൻ പറയുന്നില്ല. ആദ്യം എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. പപ്പയും മമ്മിയും പോയപ്പോൾ ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടു. എന്തിന് ജീവിക്കണം എന്ന് പോലും ചിന്തിച്ചു. ആ ഒരു സമയത്ത് എൻ്റെ നല്ലൊരു ഫ്രണ്ടായി കൂടെ നിന്ന് സ്നേഹവും വാത്സല്യവും തന്ന് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് മിസ്സാണ്. എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി. എനിക്കിപ്പോൾ ആരുമില്ല, മിസ്സ് മാത്രമേ ഉള്ളൂ. ശരിയും തെറ്റൊന്നും എനിക്കറിയില്ല. ഇനി ഞാൻ മരിക്കുന്നവരെ എൻ്റെ കൂടെ മിസ്സുണ്ടാവണം, എൻ്റെ പെണ്ണായിട്ട്. ഇപ്പോൾ മിസ്സ് എൻ്റെ ജീവനാ, പൊന്നുപോലെ ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ ആ കൈകൾ പിടിച്ച് കരഞ്ഞു. പ്ലീസ് മിസ്സേ, വാ, നമുക്കെൻ്റെ വീട്ടിലേക്ക് പോവാം. ഞാൻ അവിടെ ഇരുന്ന് ടീച്ചറോട് കെഞ്ചി. കുറച്ചു നേരത്തേക്ക് ആരും ഒന്നും മിണ്ടിയില്ല. മുറിയിൽ ഏങ്ങലടി മാത്രം. മിസ്സേ, ഇപ്പോഴും എന്നെ വിശ്വാസമായില്ലേ? തറയിൽ നിന്നും എഴുന്നേറ്റ് കൊണ്ട് അവൻ ചോദിച്ചു. പെട്ടെന്ന് കട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റ് അവളും അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവനും അവളെ കാറ്റുപോലും കടക്കാത്ത രീതിയിൽ പുണർന്നു. ഐ ലവ് യു, എൽവിൻ അവളുടെ കാതിൽ പറഞ്ഞു.
ഏറെ നേരം രണ്ടും കരഞ്ഞും പരിഭവം പറഞ്ഞും തീർത്ത് തിരിച്ചു പോവാനായി മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഞാനെല്ലാം കേട്ടു. പാവം എൻ്റെ മോൾ, അവളെ വിഷമിപ്പിക്കരുത് കേട്ടോ, ആ അമ്മ എന്നോട് പറഞ്ഞു. ഇല്ലമ്മേ, എൻ്റെ ശ്വാസം നിലയ്ക്കും വരെ ഈ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീര് പൊടിയാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ അമ്മയ്ക്ക് വാക്ക് നൽകി. അമ്മയ്ക്ക് ഞങ്ങളുടെ കൂടെ വന്നൂടെ? ഞാൻ ചോദിച്ചു. അത് വേണ്ട, ഈ കിളവിക്കും വയസ്സായി, ഞാൻ നിങ്ങൾക്കൊരു ബാധ്യതയാകും. എൻ്റെ മോൾ നീ നരകത്തിൽ നിന്നും രക്ഷപ്പെടണമെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് സംഭവിച്ചു. എനിക്കിനി സമാധാനമായി ഈ മണ്ണിൽ കിടന്ന് മരിക്കാം. ആ കണ്ണിൽ എന്നോടുള്ള വിശ്വാസവും കരുതലും ഞാൻ കണ്ടു. ഒരുപാട് നിർബന്ധിച്ചെങ്കിലും അമ്മ വരാൻ കൂട്ടാക്കിയില്ല. മുറ്റത്തേക്കിറങ്ങിയതും കൈലിയും മടക്കി കുത്തി മുറുക്കാൻ മുറ്റത്തേക്ക് നീട്ടിത്തുപ്പി എൻ്റെ അരികിലേക്ക് ഒരാൾ വന്നു. ഇവളെയും കൊണ്ട് എങ്ങോട്ടാ? മിസ്സിൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന എൻ്റെ കയ്യിലേക്കും എന്നെയും മാറി മാറി നോക്കി ചോദിച്ചു. അത് ചോദിക്കാൻ നീ ആരാ? മിസ്സ് പേടിച്ച് എൻ്റെ പിന്നിലേക്ക് ഒളിച്ചു. ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാ, വിടടാ അവളുടെ കയ്യിൽ നിന്ന്. മിസ്സിനെ പിടിക്കാനായി എൻ്റെ അടുത്തേക്ക് വന്ന അവനെ ഞാൻ സർവ്വശക്തിയും എടുത്ത് ചവിട്ടി എറിഞ്ഞു. എന്നിട്ട് മിസ്സിനെ തോളിൽ കൂടി കൈയിട്ട് എന്നോട് ചേർത്ത് നിർത്തി. ഇത് ഞാൻ താലി കെട്ടി എൻ്റെ കൂടെ പൊറുപ്പിക്കാൻ പോകുന്ന പെണ്ണ. ഇവളുടെ ദേഹത്ത് നിൻ്റെ നിഴലെങ്കിലും പതിഞ്ഞ ആ കാണുന്ന പുളിയന്മാവിൽ നിനക്ക് ഞാനൊരു ചിത ഒരുക്കും. പറയുന്നത് എൽവിനാ. ടീച്ചറേയും കൂട്ടി ഞാൻ അവിടുന്ന് കാറിൽ കയറി എൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. കുറച്ച് ദൂരം പിന്നിട്ടിട്ടും ടീച്ചർ ഒന്നും മിണ്ടുന്നില്ല. ഹലോ മിസ്സേ, കുറച്ച് ദിവസം കോളേജിൽ ലീവാണെന്നൊക്കെ അറിഞ്ഞല്ലോ, ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ ഞാൻ ചോദിച്ചു. ആര് പറഞ്ഞു? അതിശയത്തോടെ മിസ്സ് ചോദിച്ചു. വേറെ ആര്, മിസ്സിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ലക്ഷ്മി മിസ്സ്. ലക്ഷ്മി മിസ്സിനെ എന്തിനാ കണ്ടത്? ഒരു സുപ്രഭാതത്തിൽ നാട് വിട്ടുപോയ ഒരാളെ അന്വേഷിച്ച് വിളിച്ചപ്പോൾ അറിഞ്ഞതാ. നീ മിസ്സിനോട് നമ്മുടെ കാര്യമെല്ലാം പറഞ്ഞോ? പേടിയോടെ ചോദിച്ചു. ഞാൻ അതേന്ന് തലയാട്ടി. അയ്യേ, നാണക്കേട്, ഇനി എങ്ങനെ ഞാൻ മിസ്സിൻ്റെ മുഖത്ത് നോക്കും? എന്തായാലും മിസ്സ് ലീവ് എടുത്തതല്ലേ, അപ്പോൾ ഇന്നലെ പഠിപ്പിച്ചതിൻ്റെ ബാക്കി ക്ലാസ് ഞാൻ എടുത്തു തരാം. ഇന്നലെ രാത്രി നടന്നത് ഞാൻ ഓർമ്മിപ്പിച്ചു. അയ്യേ വഷളൻ, എപ്പോഴും ഇതേ ചിന്തയുള്ളൂ. അത് പറഞ്ഞ് എൻ്റെ തോളിലിടിച്ചു. ഞാൻ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തി. എന്താ കാര്യമെന്ന് ആരാധ്യ എന്നെ നോക്കി. പഴയ കാര്യങ്ങളും മിസ്സിൻ്റെ ദുഃഖങ്ങളുമെല്ലാം മനസ്സിൽ നിന്നും കളഞ്ഞ് പുതിയൊരാളായിട്ട് വാ, എൻ്റെ പെണ്ണായിട്ട്. സൈഡിലെ അമ്പലത്തിൽ നോക്കി ഞാൻ പറഞ്ഞു. മിസ് നിറപുഞ്ചിരിയോടെ ക്ഷേത്രത്തിലേക്ക് നടന്നു. ഇത്തവണ ഞാനും കൂടെ പോയി. കൃഷ്ണവിഗ്രഹത്തിൻ്റെ മുന്നിൽ മനസ്സുരുകി ഞാൻ പ്രാർത്ഥിച്ചു. എന്തു വന്നാലും എന്നെ ഇവളിൽ നിന്നും അകറ്റരുതേ എന്ന്. കണ്ണ് തുറന്നു നോക്കിയപ്പോൾ മിസ് ഇപ്പോഴും അതേ നിൽപ്പാണ്. മിസ്സേ, നമുക്ക് പോണ്ടേ? ഞാൻ പതിയെ ചോദിച്ചു. അപ്പോൾ തന്നെ എൻ്റെ വയറിനിട്ട് ഒരു കുത്ത് കിട്ടി. കാര്യം അറിയാതെ ഞാൻ മിസ്സിനെ നോക്കി. ഇനി എന്നെ മിസ്സെന്നോ ടീച്ചറെന്നോ വിളിച്ചു പോകരുത്, പരിഭവത്തോടെ എന്നെ നോക്കി പറഞ്ഞു. പിന്നെ എന്താ ഞാൻ വിളിക്കുക? ഞാൻ സംശയത്തോടെ ചോദിച്ചു. നാണത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് എന്നെ നോക്കി പറഞ്ഞു, ആരാധ്യ. അപ്പോൾ ഈ സ്റ്റോറി എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഉടനെ ഞാൻ വേറൊരു സ്റ്റോറിയായിട്ട് വരാം. വിത്ത് ലവ്, അലീന.